Hello everyone. അപ്പോൾ നമ്മുടെ നാലാമത്തെ സെഷനായ ഫൈനൽ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കെമിസ്ട്രി വീക്കിൻ്റെ എൻഡ് എത്തിയിരിക്കുകയാണ് അല്ലേ. നിങ്ങളെല്ലാവരും ഇത്രയും നേരം ആക്റ്റീവ് പാർട്ടിസിപ്പേഷനിലൂടെ എല്ലാം പഠിച്ചെന്ന് എന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഫൈനൽ സെഷനാണ്. ഇതും കൂടെ കഴിഞ്ഞാൽ കെമിസ്ട്രിയുടെ ഏകദേശം എല്ലാ ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ഇനി 9 മണിക്ക് വന്ന PIQ സെക്ഷനും കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കെമിസ്ട്രി ഏകദേശം ഒരു ലെവലായെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വിശ്വസിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ഫൈനൽ ടോപ്പിക് ആയിട്ടുള്ള എന്താണ് ഗ്യാസ് ലോസ്, ആസിഡ് ബേസസ് ആൻഡ് സോൾട്സ്, കെമിക്കൽ ഫോർമുലാസ്. ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്കിപ്പോൾ എന്ത് ചെയ്യാനുള്ളത്, കവർ ചെയ്യാനുള്ളത്. ഇത്രയും സെക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എങ്ങനെയാണോ പങ്കെടുത്തത് അതുപോലെ തന്നെ അത്രയും ക്യൂറിയസ് ആയിട്ട് അത്രയും കോൺഫിഡൻറ്റോടെ തന്നെ ഇരുന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതും കൂടെ പഠിച്ചു തീർക്കുക. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടന്റിലേക്ക് കടക്കാം. ഗ്യാസ് ലോസ് ആണ് ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത്. ഗ്യാസ് ലോസ് ആണ്. ഗ്യാസ് ലോസിന്റെ കാര്യം എന്താണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഗ്യാസ് ലോസ് എന്ന് പറഞ്ഞൊരു സംഭവം എടുക്കുമ്പോൾ തന്നെ 3 ടേംസ് ആണ് നമ്മൾ ആലോചിക്കുക, അല്ലെങ്കിൽ 3 യൂണിറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട, ശ്രദ്ധിക്കേണ്ട. 3 യൂണിറ്റ്സ് ആരൊക്കെയാണ്? വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ. ഈ 3 യൂണിറ്റ്സിനെ കുറിച്ചായിരിക്കണം നിങ്ങളുടെ മൈൻഡിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഒരു കോൺസെപ്റ്റ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇവർ 3 പേരുടെയും റിലേഷനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഫുൾ ഗ്യാസ് ലോസിലും പഠിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്നിനെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിക്കും, ഏതെങ്കിലും ഒന്നിനെ കോൺസ്റ്റന്റ് ആക്കിയിട്ട് ബാക്കി 2 പേര് തമ്മിൽ എന്ത് ചെയ്യും, ഒരു കണക്ഷൻ സെറ്റ് ചെയ്യും, അല്ലാതെ അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് സെറ്റ് ചെയ്യും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 3 യൂണിറ്റ്സിനെ മനസ്സിലാക്കുക. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപ്തം അല്ലെ. ഒന്നിൻ്റെ ഏരിയ ഇങ്ങനെ എന്ത് ചെയ്യുക, ഇൻക്രീസ് ആവുക, അങ്ങനെ ഒരു കാര്യത്തിനാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്, ഏരിയ എന്നുള്ള ഒരു മീനിങ്ങിൽ. ഇനി പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഫോഴ്സ് ആണ്, നമ്മൾ കൊടുക്കുന്ന ഒരു പ്രഷർ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രഷർ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ താപനില, അവിടെ ഉദ്ദേശിക്കുന്ന ആ ഒരു ഹീറ്റ് റേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെമ്പറേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരെ 3 പേരെയും വെച്ചിട്ടാണ് ഇത്രയും ഗ്യാസ് ലോസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗേ-ലൂസാക്സ് ലോ, അവഗാഡ്രോസ് ലോ. ഇതിൽ ആരെങ്കിലും ഒരാളെ കോൺസ്റ്റന്റ് ആക്കിയിട്ട്, ഇവരിൽ ആരെങ്കിലും ഒരാളെ കോൺസ്റ്റന്റ് ആക്കിയിട്ട് മറ്റുള്ളവരെ തമ്മിൽ എന്ത് ചെയ്യുക, കണക്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന ഐഡിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്യാസ് ലോസ് എന്ന് പറഞ്ഞ് പറയുന്നത്. നമ്മുടെ എവരിഡേ ലൈഫിലൊക്കെ ഇതിൽ ഓരോ സിറ്റുവേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു പോകുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബോയിൽസ് ലോ. ബോയിൽസ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ഇതൊക്കെ എന്ത് ചെയ്യുക, ഓടിച്ച് പറഞ്ഞു പോകാമെന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന മെത്തേഡാണ് പറയുന്നത്. അപ്പം നമുക്ക് ബോയിൽസ് ലോ എടുത്താൽ ആരെങ്കിലും ഒരാളെ കോൺസ്റ്റന്റ് ആക്കണം. ആരെ ആക്കൂടാ? അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അപ്പം ആരെ ആക്കുന്നതെന്ന് ചോദിച്ചാൽ ബോയിൽസ് ലോ ടി, ടെമ്പറേച്ചർ. ബോട്ട് എന്ന് പറഞ്ഞൊരു കോഡ് ആലോചിക്കണം നിങ്ങൾ. ബോട്ട് എന്ന് പറയുമ്പോൾ ബോയിൽസ് ലോ. അപ്പോൾ ആരെയായിരിക്കും കോൺസ്റ്റന്റ് ആക്കുന്നത്? ടെമ്പറേച്ചർ ടീനെയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റന്റ് ആക്കുന്നത്. ആരാണ് കണ്ടുപിടിച്ചത്? നമ്മുടെ റോബർട്ട് ബോയിലാണ് ഇതിനെക്കുറിച്ച് എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. റോബർട്ട് ബോയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഒരാളെ കോൺസ്റ്റന്റ് ആക്കിയാൽ മറ്റൊരു തമ്മിൽ ഒരു കണക്ഷൻ വേണ്ടേ. അപ്പോൾ ഇവിടെ ആര് തമ്മിലാണ് കണക്ഷൻ എന്ന് ചോദിച്ചാൽ പ്രഷറും ബാക്കിയുള്ള 2 പേര് തമ്മിൽ, പ്രഷറും വോളിയമാണ് എന്താ പറയുന്നത്, ഒരു കണക്ഷൻ ഉള്ളത്. അപ്പോൾ ഇവിടെ എന്ത് കണക്ഷൻ എന്ന് വെച്ചാൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. എന്ത് റിലേഷൻഷിപ്പ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. എങ്ങനെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ A ഈസ് ഇൻവേഴ്ഷണലി പ്രൊപ്പോർഷണൽ ടു B എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവർ തമ്മിൽ എന്താണ്, ഒരെണ്ണം കൂടുമ്പോൾ മറ്റൊന്ന് എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഒരെണ്ണം കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നു. A കൂടുവാണെങ്കിൽ B കുറയും. അതാണ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. അവർ തമ്മിൽ ഒരു ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ് വരുന്നത്. അതേസമയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? അതെന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ മറ്റൊന്നും എന്ത് ചെയ്യും, അതിൻ്റെ ഒപ്പം തന്നെ കൂടും. അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷർ എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻ. നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക, ബോയിലാണ് ആദ്യം പഠിക്കുന്നത്, ബോയിൽസിലോ. അത് മാത്രം എന്താണ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പും. ബാക്കി എല്ലാവരും എന്താണ്, ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ എന്ന് വെച്ചാൽ കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ബോയിൽസ് മാത്രമേ എന്തുള്ളൂ, ഇൻവേഴ്സ് റിലേഷൻഷിപ്പിലുള്ളൂ. അപ്പോൾ പ്രഷറും വോളിയമും തമ്മിലുമാണ് അവിടെ എന്ത് വരുന്നത്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. കാരണം എന്താ, നമ്മൾ ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിനെയാണ് അവിടെ കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിരിക്കുന്നത്. അത് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റണ്ടേ, നമുക്ക് എന്തൊരു ഫോർമുല, എന്തൊരു അപ്ലൈ ചെയ്താലും നമുക്ക് അവസാനം ഒരു കോൺസ്റ്റന്റ് വരണം അല്ലേ. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഒരു കോൺസ്റ്റന്റ് വരണം. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, K എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തു, K/B എന്നാക്കി. ഓക്കെ, P = K/B. അതിന് എന്ത് ചെയ്തു, എടുത്ത് നമ്മൾ ഈ ബീനെ ഇങ്ങ് കൊണ്ടുവന്നതാണ് എന്തായി മാറിയത്, PV =
കെ എന്ന് പറഞ്ഞ് ഈ രണ്ടാമത്തെ ഇക്വേഷൻ ആയത് അങ്ങനെയാണ് കേട്ടോ. അതായത് എന്താണ് ഈ പ്രൊപ്പോർഷണാലിറ്റിയെ മാറ്റിയിട്ട് അവിടെ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, താഴെ കിടന്ന വി മുകളിൽ വന്നു. അങ്ങനെയാണ് പി വി ഈക്വൽ ടു കെ വന്നത്. ഇനി മൂന്നാമത്തെ ഒരു ഇക്വേഷൻ, അതിൽ നിന്ന് എന്നെ ഡെറൈവ് ചെയ്ത് വന്നത് എന്താണ്, രണ്ട് സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ബോയിൽസ് ലോ അനുസരിച്ച് രണ്ട് സൊല്യൂഷനെ കീപ്പ് ചെയ്ത് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് വേണം, അവിടെ ഒരു P1 സെക്ഷനും വേണം, V1 സെക്ഷനും വേണം. അതായത് പി വി എന്ന് പറയുന്നത് ഇതുണ്ടല്ലോ, ഈ പി വി തന്നെ രണ്ട് സൊല്യൂഷൻ ആക്കി. അപ്പോൾ എന്ത് മാറും, P1 V1 ഈക്വൽ ടു P2 V2 എന്ന് പറഞ്ഞാൽ രണ്ട് സൊല്യൂഷൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യും, ഡിറൈവ് ചെയ്ത് എടുക്കും. അപ്പോൾ ഇത്രയാണ് ഈ മൂന്ന് ഇക്വേഷൻ കണ്ട അത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. അതെന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ ബോയിൽസ് ലോ ആണ്. നമ്മുടെ അപ്പം മനസ്സിലാക്കേണ്ട എന്താ, ബോയിൽസ് ലോയ്ക്ക് ബോട്ട് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചറാണ് നമ്മുടെ കോൺസ്റ്റന്റ്. പിന്നെ വരുന്ന ആരേ ഉള്ളൂടാ, പിയും വിയും മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ആലോചിച്ച് പഠിക്കുക. അപ്പോൾ അതിലെന്താ പറഞ്ഞത്, നമ്മൾ വോളിയം കൂടുവാണെങ്കിൽ ആര് കുറയും, പ്രഷർ കുറയും. അത് കഴിഞ്ഞ് വോളിയം കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, പ്രഷർ കൂടും. അങ്ങനെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇനി അടുത്തയിലേക്ക് നമുക്ക് കടക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ നോക്കാം. ഇതെന്താ, നേരത്തത് ബോട്ട്, അങ്ങനെ തന്നെ ചിന്തിക്കുക. ഇനി എന്താ, ചാൾസ് ലോ ആണ്. ചാൾസ് ലോയിൽ എന്താ പറയുന്നത്, ചാൾസ് ലോ ആണ്. ചാൾസ് എന്ന് പറയുമ്പോൾ സി പി എന്ന് ആലോചിക്കണം കേട്ടോ. സി പി യുവിൻ്റെ സി പി എന്ന് ആലോചിച്ചാൽ മതി. ചാൾസ് ആണെങ്കിൽ എന്താണ് അവിടെ കോൺസ്റ്റന്റ്, പ്രഷറാണ് കോൺസ്റ്റന്റ്. എന്താണ് കോൺസ്റ്റന്റ്, സി പി, പ്രഷറാണ് കോൺസ്റ്റന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആരാണ് അത് കണ്ടുപിടിച്ചത്, ജാക്യൂസ് ചാൾസ് എന്ന് പറഞ്ഞ ആളാണ് ഇങ്ങനെ ഒരു പ്രഷർ ലോ എന്ത് ചെയ്തത്, കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണ്, ചാൾസ് ലോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, വോളിയം. ഇവർ തമ്മിൽ ഇനി എന്താണ്, ഡയറക്റ്റ് പ്രൊപ്പോർഷണലാണ്. നമ്മൾ എന്തിനെ എടുത്തു, സി പി ആണ്, പ്രഷർ കോൺസ്റ്റന്റ് ആയി. പിന്നെ ബാക്കിയുള്ളത് ആരൊക്കെയാണ്, ടെമ്പറേച്ചറും അതുപോലെ തന്നെ ആരുമാണ്, വോളിയമുമാണ് പിന്നെ ഉള്ളത്. അവർ തമ്മിൽ എന്ത് ഒരു റിലേഷൻ ആയിരിക്കും, ഡയറക്ട്ലി റിലേഷൻഷിപ്പ് ആയിരിക്കും. ഓക്കെ, അതായത് വോളിയം കൂടുവാണെങ്കിൽ ടെമ്പറേച്ചറും കൂടും. അങ്ങനെ ഒരു കാര്യമാണ് പറയുന്നത്. ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണ് കേട്ടോ. ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആയിട്ടാണ് പറയുന്നത്. അത് തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. നേരത്തെ ഉള്ളവർ ആരായിരുന്നു, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്തായത്, ടി എന്ത് ചെയ്യണം, ഈ പ്രൊപ്പോർഷണാലിറ്റിയെ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, കെ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് തന്നെ കൊടുത്തു. അപ്പോൾ എന്തായി, ഇങ്ങനെയായി. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യും, തിരിച്ചിടുമ്പോൾ എന്താവൂടാ, കെ അവിടെ കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ എന്ത് വരും, വി ബൈ ടി എന്നോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. കെ എന്ത് ചെയ്തു, ഇപ്പുറത്ത് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ടി ബൈ വി എന്നോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഒന്ന് കൂടുമ്പോൾ എന്ത് ചെയ്തു, മറ്റതും എന്ത് ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ കൂടുന്നുണ്ട്. ടി കൂടുമ്പോൾ വിയു എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, വോളിയമും അതിനനുസരിച്ച് റേസ് ആവും. നമുക്ക് ഏറ്റവും എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോട്ട് എയർ ബലൂൺസ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഇത്ര മുകളിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാണ് എന്ത് കൊടുക്കുന്നത്, ടെമ്പറേച്ചർ കൊടുക്കുന്നത് അല്ലേ. ടെമ്പറേച്ചർ ഉള്ളിൽ നമ്മൾ വിളക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ബേണർ അത് കത്തിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ചൂട് കാണണം. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് കൂടുമെന്നാണ് പറയുന്നത്, വോളിയം കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഇതെന്താ, ആ ഒരു ബലൂണിൻ്റെ ആ ഒരു ഏരിയ വോളിയം എന്ന് പറയുന്നത് കൊണ്ട് റേസ് ആവും. അതായത് പുറത്ത് ഔട്ട് സൈഡിൽ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അവിടുത്തെ മോളിക്യൂൾസിൻ്റെ ഇവിടുത്തെ മോളിക്യൂൾസിൻ്റെ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്തായിരിക്കും, കൂടുതലായിരിക്കും, ഹീറ്റ് ഉള്ളിടത്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യും, പൊങ്ങി ഒരുപാട് പൊങ്ങിപ്പോവും. അത് കഴിഞ്ഞ് ബേണർ കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി താഴ്ന്നു വരുന്നത്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തും കൂടുമെന്നാണ് പറയുന്നത്, വോളിയമും കൂടും എന്നുള്ളൊരു മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എക്സാമ്പിളായിട്ട് ഈ ബോൾസ് ഒക്കെ ഉണ്ടല്ലോ, ബാസ്കറ്റ് ബോളൊക്കെ ടെമ്പറേച്ചർ ഇല്ലാത്ത സമയത്ത് പുറത്തു കൊണ്ടിട്ടിരുന്ന എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, ഷ്രിങ്ക് ആയി പോകും. അത് എന്താണ്, കുറച്ച് കാറ്റ് പുറത്ത് പോകുന്നത് പോലത്തെ ഫീൽ ഉണ്ടാകും. കാരണം എന്താ, അവർക്ക് ടെമ്പറേച്ചറിലെ മോളിക്യൂൾസ് എന്ത് ചെയ്യും, അതിൽ നിന്ന് ഇറങ്ങിപ്പോവും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ വോളിയമും ടെമ്പറേച്ചറും എന്നാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. വോളിയം കൂടുവാണെങ്കിൽ ടെമ്പറേച്ചറും കൂടും, ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയമും കൂടുമെന്നുള്ള മീനിങ്ങിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അത് ഉദ്ദേശിക്കേണ്ടത് സി പി എന്ന് പഠിക്കുക. അപ്പോൾ പ്രഷറാണ് അവിടെ കോൺസ്റ്റന്റ് എന്ന് മനസ്സിലാക്കുക, അത് ഉദ്ദേശിക്കുക. ഇനി അടുത്തത് എന്താണ് നമുക്ക് പറയേണ്ടത്, അടുത്തത് പറയാനുള്ളത് ഗേ-ലൂസാക്സ് ലോ ആണ്. ഗേ-ലൂസാക്സ് ലോ ആരാണ് കൊണ്ടുവന്നത്, ജോസഫ് ഗേ-ലൂസാക്ക് എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ഗേ-ലൂസാക്സ് ലോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ പഠിക്കണം, GV എന്ന് പഠിക്കണം. നമ്മൾ CP പഠിച്ചു, നമ്മൾ ബോട്ട് പഠിച്ചു. അപ്പോൾ ഈ മൂന്നെണ്ണത്തിനെ ബേസ് ചെയ്ത് വേണം ബാക്കി എല്ലാം പഠിച്ചു പോകാം. അപ്പം GV എന്ന് പറയാം. അപ്പം ഗേ-ലൂസാക്സ് ലോയിൽ ആരായിരിക്കും അപ്പം കോൺസ്റ്റന്റ്, V ആയിരിക്കും കോൺസ്റ്റന്റ്, വോളിയം ആയിരിക്കും കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്താ വരുന്നത്, ഗേ-ലൂസാക്സ് ലോയിലും എന്ത് തന്നെയാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ബോയിൽസ് ലോ മാത്രമേ ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ വരുന്നുള്ളൂ. ഇതിലെന്താണ്, ഡയറക്റ്റ് ഇതാണ് വരുന്നത്. P കൂടുമ്പോൾ ടിയും കൂടുന്നു, അതായത് പ്രഷർ കൂടുമ്പോൾ ടെമ്പറേച്ചറും കൂടുന്നു, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷറും കൂടുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഇക്വേഷൻസ് അത്രയും ഫ്രെയിം ചെയ്തിട്ടുള്ളത്. P/T എന്ന് പറയുന്നത് K ആണ്. അതായത് കോൺസ്റ്റന്റ് മാറ്റി കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി താഴെ വരും. മനസ്സിലായോ?
ഈ ഓട്ടോമാറ്റിക്കലി ഇതെന്ത് ചെയ്യും, താഴെ വരും. P/T എന്നുള്ള ഒരു രീതിയിലേ വരത്തുള്ളൂ. ഈസ് ഈക്വൽ ടു K എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സൊല്യൂഷൻ വരുമ്പോൾ എന്ത് വരും, P1 T1 ഈക്വൽ ടു P2 T2 എന്ന് പറഞ്ഞൊരു മീനിങ്ങിലേക്ക് അത് കൺവേർട്ട് ആവും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഗേ-ലുസാക്സ് ലോ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം GV ആണ് കോഡ്. അപ്പോൾ V എന്തായാലും അവിടെ കാണില്ല, വോളിയം കാണത്തില്ല, അതെന്താണ് അവിടെ കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഉള്ള ബാക്കി രണ്ട് എന്താണ് യൂണിറ്റ്സ് മാത്രമേ കാണൂ. അങ്ങനെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ കുറച്ചും കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇതെന്ത് ചെയ്യും, മറന്നു പോവേയില്ല. അങ്ങനെ എന്നെ ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ആവുന്ന സമയത്ത് ടെമ്പറേച്ചറും ഇൻക്രീസ് ആവുമോ എന്നുള്ള മീനിങ്ങിലാണ് പറയുന്നത്. അറ്റ് കോൺസ്റ്റന്റ് മാസ് അല്ലെങ്കിൽ വോളിയം. എന്ത് കോൺസ്റ്റന്റ് ആവണോടാ, മാസ് അല്ലെങ്കിൽ വോളിയം അവിടെ എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കും. മെയിൻലി നിങ്ങൾ വോളിയം പഠിച്ചാൽ, നമ്മൾ മാസിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്തില്ല. അപ്പം മാസും വോളിയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേ മീനിങ് ആണ്, ഏരിയ എന്നുള്ളൊരു അർത്ഥത്തിലാണ് അവരെന്ത് പറയുന്നത്, ആ ഒരു കണ്ടന്റ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് എക്സാമ്പിളായിട്ട് എങ്ങനെ പറയാം, നമ്മുടെ പ്രഷർ കുക്കർ ഉണ്ടല്ലോ, പ്രഷർ കുക്കർ എങ്ങനെ ആക്ട് ചെയ്യുന്നത്, നമ്മുടെ പ്രഷർ അതായത് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ, ടെമ്പറേച്ചർ അതായത് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടിക്കൊടുക്കുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും, പെട്ടെന്നാവും അല്ലേ, പ്രഷർ പെട്ടെന്ന് പുറത്ത് വരും. ആ ഒരു മീനിങ്ങിൽ തന്നെ പ്രഷർ കുക്കർ റിയാക്ട് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷറും കൂടും, ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ പ്രഷറും കുറയും. നമ്മൾ ഓഫ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, പ്രഷർ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും. ആ ഒരു മീനിങ്ങിൽ തന്നെ എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ പഠിച്ചു പോവുക. അപ്പോൾ എന്താ പറയുന്നത്, പ്രഷറും ടെമ്പറേച്ചറും തമ്മിൽ എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് ആര് പറയുന്നത്, ഗേ-ലൂസാക്ക് പറയുന്നത്. ഇനി അടുത്തതിലോട്ട് പോവാം നമുക്ക്. ഇനി വരുന്ന ഒരു മെയിൻ ലോ ആണ് അവഗാഡ്രോസ് ലോ. അവഗാഡ്രോ നമ്പറൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ മോളിക്യൂൾസിനെ കുറിച്ച് പറയുന്ന ഒരു സംഭവമാണ് ലോ. ആ ഒരു ലോ മോൾസിനെയും കൂടെ ഉൾപ്പെടുത്തി. നമ്മൾ ഇത്രയും നേരം ആരെയും പറഞ്ഞോളൂ, ടെമ്പറേച്ചർ, വോളിയം, പ്രഷർ, ഇവരെ മൂന്നുപേരെ ഉൾപ്പെടുത്തിയോളൂ. അവഗാഡ്രോ എന്ന് പറയുന്ന ആൾ വന്നപ്പോൾ എന്ത് ചെയ്തു, പുതിയൊരു ടേമും കൂടെ വന്നു. അതാരാണ്, മോളിക്യൂൾസിന്റെ നമ്പേഴ്സ് എന്നുള്ള ഒരു മീനിങ്ങിലേക്ക് അവഗാഡ്രോസ് ലോ വന്നു. അപ്പോൾ അവഗാഡ്രോസ് ലോ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, എന്താണ് അവിടെ കോൺസ്റ്റന്റ് ആക്കേണ്ടത്, ടെമ്പറേച്ചറും പ്രഷറും ആണ് കോൺസ്റ്റന്റ് ആവേണ്ടത്. എന്തൊക്കെയാണ്, ടെമ്പറേച്ചറും പ്രഷറും. ATP എന്ന് പഠിക്കണം. ATP അവഗാഡ്രോസിൽ എന്താണ്, ATP ആണ് വരുന്നത്. അതിൽ എന്താ പറയുന്നത്, അവഗാഡ്രോ ആണെങ്കിൽ ടെമ്പറേച്ചറും പ്രഷറിനെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കുന്നുണ്ട്, കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിക്കുന്നുണ്ട്. അത് ആരാ കണ്ടുപിടിച്ചത്, അമേഡോ അവഗാഡ്രോ എന്ന് പറയുന്ന ആളാണ് കണ്ടുപിടിച്ചത്. അമേഡോ അവഗാഡ്രോ ആണ് കണ്ടുപിടിച്ചത്. നമ്മൾ നമ്പറൊക്കെ അറിയാം നമുക്കല്ലേ, 6.022 × 10⁻23 എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, മോളിക്കുലാർ ഇത് പഠിക്കാം. ഒരു മോളിൽ എത്ര മോൾസ് ഉണ്ടെന്ന് പറഞ്ഞൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ച ആളാണ് ആര്, അവഗാഡ്രോ. അപ്പോൾ അവഗാഡ്രോ എന്താണ് ഈ ഗ്യാസ് ലോയെ പറ്റി പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഗ്യാസ്. നമ്മൾ പറഞ്ഞു വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ. അതിൽ പ്രഷറും ATP, പ്രഷറും ടെമ്പറേച്ചറും എന്തായി, കോൺസ്റ്റന്റ് ആയി. പിന്നെ മിച്ചമുള്ളത് ആരാടാ, വോളിയമാണ് മിച്ചമുള്ളത്. ആ വോളിയത്തിന് പിന്നെ അവഗാഡ്രോ വന്നപ്പോൾ എന്താണ് കൂടെ കൊണ്ടുവന്നത്, മോൾസിനെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ മോൾസുമായിട്ട് എന്ത് ചെയ്തു, റിലേറ്റ് ചെയ്തു. അപ്പോൾ വോളിയം, ബാക്കി ഉണ്ടായിരുന്ന വോളിയത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഞാൻ പറഞ്ഞു ബോയിൽസ് മാത്രമേ ഇൻവേഴ്സ് ആയിട്ടുള്ളൂ, ബാക്കി എല്ലാം ഡയറക്ട്ലി ആണ് അതിൽ വരുന്നതാണ് ഇതും. അപ്പോൾ എന്താണ്, വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആര്, നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് ഗ്യാസ് മോൾസിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എമൗണ്ട് ഓഫ് ഗ്യാസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, N കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ V/N എന്ന് പറയുന്നത്, വോളിയം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്തു, പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. അതിനെയും നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ആ ഒരു പ്രൊപ്പോർഷണാലിറ്റിയെ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, V = Kn ആയി. നോർമലി ചെയ്യുന്ന പോലെ തന്നെ V/N ആയി = Kn ആയി. ഇനി രണ്ട് സൊല്യൂഷൻ എടുത്താൽ എങ്ങനെയാകൂടാ, V1/N1 = V2/N2 എന്നുള്ള മീനിങ്ങിലേക്ക് കൺവേർട്ട് ആവും. അതാണ് ഈ മൂന്ന് ഇക്വേഷനും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സംഭവം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലായോ. അപ്പോൾ അതാണ് പറയുന്നത്. അവഗാഡ്രോസ് ലോയിൽ ആരൊക്കെയാണ്, ATP ആണ്, ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണ്. അപ്പം നമുക്ക് ആരായി ഉള്ളൂ, ഇനി വോളിയമേ ഉള്ളൂ. അവഗാഡ്രോ വന്നപ്പോൾ ആരെ കൊണ്ടുവന്നു, മോൾസിനെ കൊണ്ടുവന്നു. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾ. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ, 2 liters ഓഫ് ഹീലിയവും 2 liter ഓഫ് ഓക്സിജൻ എടുത്താലും രണ്ടിൻ്റെ അറ്റോമിക് മാസ് ഡിഫറെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ രണ്ടിൻ്റെയും പ്രോപ്പർട്ടീസ് വ്യത്യാസമാണെങ്കിലും പക്ഷേ അതിൻ്റെ വോളിയം എത്രയാണ്ടാ, 2 ആണ്, 2 liters ആണ്. അപ്പോൾ രണ്ടിനും 2 liters എന്ന് പറഞ്ഞാൽ അതിന് എന്ത് തന്നെയായിരിക്കും, സെയിം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും. 2 ലിറ്ററിൽ എപ്പോഴും എന്തേ കാണൂ, സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസേ കാണൂ, സെയിം നമ്പർ ഓഫ് മോൾസേ കാണൂ എന്നൊരു മീനിങ് ആണ് ആര് കൊണ്ടുവന്നത്, അവഗാഡ്രോസ് ലോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ ഇക്വേഷൻ ജസ്റ്റ് നല്ല പോലെ തന്നെ മനസ്സിലാക്കിയിരിക്കുക. കോഡ് വെച്ച് നിങ്ങൾ എങ്ങനെയാണോ പഠിക്കാൻ പറ്റുന്നത് അതുപോലെ പഠിച്ചു പോവുക. അപ്പോൾ ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ എന്ന് പറയുന്നത്. നമ്മുടെ ഐഡിയൽ ഗ്യാസ് ലോ, അതായത് ഗ്യാസ് ലോയെ പറ്റി പറയുമ്പോൾ നമ്മൾ ഈ ഒരു 4
ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്സെപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവരെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ബാക്കി അത്രയും ഐഡിയൽ ഗ്യാസ് ലോ എന്ന് പറഞ്ഞ ഒരു ഫോർമുല തന്നെ സെറ്റ് ചെയ്തത് ബാക്കിയുള്ള ഇത്രയും ഗ്യാസ് ലോ പറഞ്ഞത് വെച്ചിട്ട് ഡിറൈവ് ചെയ്തെടുത്തതാണ്. ഓക്കെ, അപ്പം നമുക്ക് അതിലേക്ക് പോവാം. എന്താണ് ഐഡിയൽ ഗ്യാസ് ലോ? ഗ്യാസ് ലോ ദാറ്റ് ഇൻക്ലൂഡ്സ് 4 വേരിയബിൾസ്. ഏതൊക്കെ വേരിയബിളാണ് നമ്മളിപ്പോൾ പഠിച്ചത്? പ്രഷർ പഠിച്ചു, വോളിയം പഠിച്ചു, ടെമ്പറേച്ചർ പഠിച്ചു, നമ്പർ ഓഫ് മോൾസ് പഠിച്ചു അല്ലേ, N പഠിച്ചു. അപ്പോൾ അതിന് 4 എണ്ണത്തിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തു, വോളിയം എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു P ആണ്, വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T ആണ്, വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N എന്ന് ഇത്രയും കാര്യങ്ങളെ എടുത്തു വച്ചിട്ട് എന്ത് ചെയ്തു, ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണെന്ന് പഠിച്ചു, 1/P എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ അത് അങ്ങനെ എഴുതി. അത് കഴിഞ്ഞ് ടീനെ അവിടെ എഴുതി, അതുപോലെ എന്നിനെ അവിടെ എഴുതി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്കിത് ഈ ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ അല്ല, അതായത് പ്രൊപ്പോർഷണാലിറ്റിയെ നമുക്ക് മാറ്റാണ്. ഇൻവേഴ്സ് അല്ല, ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റിയെ മാറ്റിയിട്ട് എന്ത് ചെയ്തു, അവിടെ V ഈക്വൽ ടു എന്ത് ചെയ്തു, ഒരു കോൺസ്റ്റന്റ് വന്നു, R എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് വന്നു, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വന്നു. എന്നിട്ട് NT/P എന്നായി. കണ്ടോ, V ഈക്വൽ ടു RNT/P എന്നായി. ഇനി എന്ത് ചെയ്തു, താഴെ കിടന്ന പീനെ നമ്മൾ ഇവിടെ കൊണ്ടുപോയടാ, മുകളിൽ കൊണ്ടുപോയി. അപ്പൊ എന്തായി, ഈ പി ഇവിടെ വന്നപ്പോൾ PV ഈക്വൽ ടു NRT എന്ന് പറഞ്ഞൊരു ഫോമിലേക്ക്, നല്ല പഠിക്കാൻ രസത്തിന് PV ഈക്വൽ ടു NRT എന്നുള്ള രീതിയിലേക്ക് അതിനെ മാറ്റി. അപ്പൊ ആരൊക്കെയാണ് ഇത്രയും ലോസ് പറഞ്ഞെങ്കിലും അതെല്ലാത്തിനെയും ബേസ് ചെയ്തിട്ടാണ് ഒരു ഐഡിയൽ ഗ്യാസ് ലോ എന്ന് പറഞ്ഞ ഒരു കാര്യം സെറ്റ് ചെയ്തത്. ഓക്കെ, PV ഈക്വൽ ടു NRT, അത് മറക്കരുത്. ഐഡിയൽ ഗ്യാസ് ലോയുടെ ഫോർമുല എന്താണ്, PV ഈക്വൽ ടു NRT. നിങ്ങൾ ഇത്രയും നേരം പഠിച്ചതിന്റെ ബേസ് വെച്ചിട്ടാണ് അത് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്, when the pressure, volume and temperature of a contained gas are known. നമുക്ക് ഇതെന്താണ് ഫോർമുലയൊക്കെ, ഈ ഫോർമുല പഠിക്കുന്നത് തന്നെ നമുക്ക് എന്താണ് ഇങ്ങനത്തെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ചില എക്സാംസിന് ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് എന്താണ് ഇതിൽ ഏതെങ്കിലും ഒരു 2-3 വാല്യൂ തന്നു കഴിഞ്ഞാൽ മറ്റ് വാല്യൂസിനെ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഇപ്പം നിങ്ങൾക്ക് അറിയില്ല, ഇത്ര ഇക്വേഷൻസ് വെച്ച് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഇട്ട് കൊടുത്ത് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഐഡിയൽ ഗ്യാസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്കൊക്കെ കിടക്കാം. അതിന് മുമ്പ് ഇനിയും എന്തുണ്ട്, ലോസ് ഉണ്ട്. ഗ്യാസ് ലോസ് ഇത്രയായിട്ടൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്തു, കുറച്ചും കൂടെ ആൾക്കാർ എന്ത് ചെയ്തു, അതിൻ്റെ മറ്റ് കുറച്ച് കണ്ടന്റിനെ കുറച്ച് ഡീറ്റെയിലിങ്ങും കൂടെ നടത്താൻ വേണ്ടി ചെയ്തതിൽ ഒന്നാമത്തതാണ് ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ. ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ ആണ് നമ്മൾ പറയുന്നത്. അതിൽ എന്താ പറയുന്നത്, നമ്മുടെ തോമസ് ഗ്രഹാം എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്തത്, ഡിഫ്യൂഷനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, ഡിഫ്യൂഷൻ. എന്താണ് ഡിഫ്യൂഷൻ? എന്താണ് ഡിഫ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് റിഫേഴ്സ് ടു ദ മൂവ്മെന്റ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഡിഫ്യൂഷൻ ഈസ് ദ ഫിസിക്കൽ പ്രോസസ് ദാറ്റ് റിഫേഴ്സ് ടു ദ മൂവ്മെന്റ്. മൂവ്മെന്റ് എവിടെ കണ്ടോ ഉദ്ദേശിച്ചോ, ഗ്യാസ് ലോസിൽ എവിടെ കണ്ടോ അതിന്റെ ആൻസർ എന്താണ്, ഡിഫ്യൂഷൻ ആണ് കേട്ടോ. പോർട്ടബിൾ, ട്രാൻസ്പോർട്ടബിൾ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ടേം ഉണ്ടെങ്കിൽ അതെന്ത് തന്നെയാണ്, ഡിഫ്യൂഷൻ ആണ്. എന്താണ്, ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഒരു സാധനം മൂവ് ചെയ്യുന്നു. ഒരു നമ്മുടെ സോൾവെന്റോ എന്ത് സംഭവമായാലും നമ്മളിപ്പോൾ എന്താ പഠിക്കുന്നത്, ഗ്യാസസ് അല്ലേ. അപ്പോൾ ഗ്യാസസ് മൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, അതായത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്ന ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ് പറയുന്നത് കേട്ടോ. ഡിഫ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത് അതിലെന്താണ്, ഗ്രഹാംസ് ലോ പറയുന്നുണ്ട്, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ്. ഇവിടെ മാത്രമാണ് ഗ്രഹാമിന്റെ കാര്യം കൂടെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. ഇതെന്താണ്, അഡീഷണൽ വന്നതാ. ഐഡിയൽ ഗ്യാസ് ലോ സെറ്റായി, ഇത് അഡീഷണൽ വന്നതാണ്. ഇവിടെ മാത്രമാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് പറഞ്ഞ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. റേറ്റ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി റിലേഷൻ, ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ആണ്. ആർക്ക്, നമ്മുടെ സ്ക്വയർ റൂട്ട് ഓഫ് ഇറ്റ്സ് മോളാർ മാസ്. മോളാർ മാസിന്റെ സ്ക്വയർ റൂട്ടിന് ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ആണെന്നൊരു ടേമിലേക്കാണ് അത് മാറുന്നത് കേട്ടോ. മോളാറിന്, അതായത് നമ്മുടെ മോളാർ മാസ്, മോളിക്യുലാർ മാസിന്റെ അതിന് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, സ്പീഡാണ് കേട്ടോ. സ്പീഡ്, നമ്മുടെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പീഡ്, റേറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്യൂഷനാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കുക. റേറ്റ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് മോളിക്യുലാർ, അതായത് ഇൻവേഴ്സ് റൂട്ട് ഓഫ് എന്താണ്, ഇൻവേഴ്സ് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് മോളിക്യുലാർ മാസ്, മോളാർ മാസിന്റെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്തു, M1 1/M1 ആണ് വരേണ്ടത്. അപ്പോൾ M1/M2 എന്ന് പറഞ്ഞാൽ M1 ആണ്. ഓക്കെ, 2 ടേം ഉള്ളപ്പോൾ എന്ത് ചെയ്യും, M1/M2 വരും. അതെന്ത് ചെയ്യും, മുകളിൽ വരും. അങ്ങനെയാണ് M2/M1 എന്നാണ്. റേറ്റ് 1 റേറ്റ് 2 എന്ന് പറഞ്ഞ 2 സോൾവെന്റ് എടുക്കുമ്പോൾ നമ്മൾ കിട്ടേണ്ടത്. നിങ്ങൾ ജസ്റ്റ് ബേസിക്കലി മനസ്സിലാക്കേണ്ടത് സ്ക്വയർ റൂട്ട് ഓഫ് മോളിക്യുലാർ മാസ് ആണ്, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ആണെന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ഓക്കെ,
അപ്പോൾ ഇതാണ് ഡിഫ്യൂഷൻ എന്ന് കേട്ടാൽ എന്താണ്? മൂവ്മെന്റ് ആണ്. അത് ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ഗ്രഹാമാണ്, തോമസ് ഗ്രഹാമാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇനി വേറൊരാൾ പറഞ്ഞു, നമ്മുടെ ഡാൾട്ടൺ, നമ്മുടെ അറ്റോമിക് തിയറിയുടെ ഏറ്റവും ബേസ് കാര്യങ്ങൾ പറഞ്ഞ് ആദ്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്തത് അറ്റോമിക് തിയറി ആരാണ്? നമ്മുടെ ഡാൾട്ടൺ, ജോൺ ഡാൾട്ടൺ കൊണ്ടുവന്ന ഒരു തിയറിയാണ് നമുക്കിനി എന്ത് ചെയ്തത് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത്. അതെന്താണ്? ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. പാർഷ്യൽ പ്രഷറിനെ കുറിച്ചാണ് വന്നത്. പ്രഷറിനെ കുറിച്ചാണ്, നമ്മുടെ ഗ്യാസിൽ പറയുന്ന പ്രഷറിനെ കുറിച്ചാണ്. പക്ഷെ എന്താണ്? പാർഷ്യൽ പ്രഷേഴ്സിന്റെ ഒരു റൂൾ ആയിട്ടാണ് ആര് പറയുന്നത്? നമ്മുടെ ജോൺ ഡാൾട്ടൺ പറയുന്നത്. അല്ല എന്താ പറയുന്നത്? ഫോർ എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്. ഒരു ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഫുൾ എന്താണ്? ഒരു മിക്സ്ചർ ആയിരിക്കാം. സിമ്പിൾ കോമ്പൗണ്ട് കാണാം, ചിലപ്പോൾ കോംപ്ലക്സ് കോമ്പൗണ്ട്സ് കാണാം. അപ്പോൾ ഈ മിക്സ്ചർ ഓഫ് ഗ്യാസസിൽ എന്താണ്? പി ടോട്ടൽ പ്രഷർ എത്രയാണ് കണ്ടുപിടിക്കുക. ഒരു മിക്സ്ചർ ഉണ്ട് നമ്മുടെ കയ്യിൽ, അതിന്റെ ഫുൾ പ്രഷർ എന്താണെന്ന് അറിയണമെങ്കിൽ അതിലുണ്ടായിരിക്കുന്ന എല്ലാ ഗ്യാസ് മോളിക്യൂൾസിന്റെയും പ്രഷർ അറിഞ്ഞിരിക്കണം അല്ലേ? എല്ലാത്തിൻ്റെയും, അതായത് P1, ചിലപ്പോൾ P1 കാണും, 1 കാണും, 2, 3, 5-6 കാണുമെങ്കിൽ എല്ലാത്തിൻ്റെയും സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു എന്താണ് പാർഷ്യൽ പ്രഷറിന്റെ ടോട്ടൽ പ്രഷർ എന്നുള്ള രീതിയിലേക്ക് പാർഷ്യലി എല്ലാത്തിൻ്റെയും കൂടെ എടുത്തിട്ടാണ് സം കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രഷർ ടോട്ടൽ മനസ്സിലാക്കണം. അപ്പോൾ പി ടോട്ടൽ എന്ന് പറഞ്ഞാൽ P1 + P2 + P3 എന്നുള്ളൊരു മീനിങ് ആണ് പറയുന്നത്. ടോട്ടൽ പ്രഷർ ഓഫ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്, അതായത് ഒരു ഗ്യാസസിന്റെ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഗ്യാസസിന്റെയും സമ്മിന് തുല്യമാണ്. പ്രഷേഴ്സിന്, സം ഓഫ് പ്രഷേഴ്സിന് തുല്യമാണ്. ആ ഗ്യാസ് എല്ലാ ഗ്യാസിന്റെയും പ്രഷറിന് തുല്യമായിട്ടാണ് ടോട്ടൽ പ്രഷറിന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ആണ്, ഒരു എന്താണ് സോൾവെന്റിനകത്ത് ഓക്സിജൻ 0.4 ATM, അതായത് അറ്റോമിക് അറ്റം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു നൈട്രജൻ, ATM എന്ന് പറഞ്ഞാൽ എന്താ? അറ്റോമിക് മാസ് യൂണിറ്റിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? നൈട്രജൻ ഉണ്ടായിരുന്നു 0.6 ATM. അത് കഴിഞ്ഞ് എന്താണ്? ഓക്സിജൻ. അപ്പോൾ എന്താണ്? രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്ന ഒരു സംഭവം എടുക്കുന്നത്, ATM എടുക്കുന്നത്. ഓക്സിജൻ പ്ലസ് നൈട്രജൻ, അപ്പോൾ എത്രയായി? 1 ATM എന്നായി. 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ള രീതിയിലേക്ക് ATMലേക്ക് എന്ത് ചെയ്തു? മാറി. 1 ATM ആയി. 0.4ഉം 0.6ഉം കൂടെ കൂട്ടിയാലേ ടോട്ടൽ പ്രഷർ അവിടുത്തെ കിട്ടുള്ളൂ. ഒരു സോൾവെന്റിനകത്തുള്ള രണ്ട് സംഭവത്തിനെയും കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ പ്രഷർ കിട്ടുള്ളൂ. അതാണ് ആര് പറയുന്നത്? നമ്മുടെ ജോൺ ഡാൾട്ടൺ പറയുന്ന ഒരു പാർഷ്യൽ പ്രഷേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്യാസിലുള്ള ഫുൾ പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാ ഗ്യാസിനെയും തമ്മിൽ എന്ത് ചെയ്യണം? ആഡപ്പ് ചെയ്ത് വേണം എടുക്കാൻ എന്നുള്ള കാര്യമാണ് ആര് പറയുന്നത്? ഡാൾട്ടൺ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും മെയിൻ, അപ്പോൾ നിങ്ങൾ എന്താ ഗ്യാസ് ലോസ് ഏകദേശം സെറ്റ് ആയാലും ഇത്രയും കാര്യങ്ങളെ അതിൽ എന്ത് ചെയ്തോളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൂ. അപ്പോൾ അത് ഇനി എന്താണ് ഗ്യാസ് ലോസിനെ കുറിച്ച് കൂടുതലൊന്നും നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് പറയാനുള്ളത്, ഇതാണ് പഠിക്കാനുള്ളത് ഗ്യാസ് ലോസിനെ കുറിച്ച്. ഇനി വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടൂൾ ഫോർ മെഷറിങ് ആസിഡ്സ് ആൻഡ് ബേസസ്. നമ്മുടെ ആസിഡ്സ് ആൻഡ് ബേസസ് ടോപ്പിക്കാണ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ലെവലിലാണ് നിങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ നോട്ട്സ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ തന്നെ മനസ്സിലാക്കി പഠിക്കുക നിങ്ങൾ. നമുക്ക് ആദ്യമായിട്ട് ആസിഡും ബേസിൻ്റെയും ടെസ്റ്റിന് വേണ്ടി ആദ്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ലിറ്റ്മസ് അല്ലേ? ലിറ്റ്മസ് നാച്ചുറലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലിറ്റ്മസ് പേപ്പർ, നാച്ചുറൽ ഒക്കറൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ് ആരെന്ന് പറയുന്നത്? ലിറ്റ്മസ് എന്ന് പറയുന്നത്. ലിറ്റ്മസിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ ലൈക്കൻ എന്ന് പറയുന്ന ഒരു ഫംഗൽ അസോസിയേഷൻ ഉണ്ട്. ലൈക്കൻ ലിച്ചൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്താണ് ലൈക്കൻ എന്ന് പറയുന്നത്? ആൽഗെ പ്ലസ് ഫംഗയുടെ ഒരു എന്താണ് സിംബയോട്ടിക് അസോസിയേഷൻ ആണ് അല്ലേ? ആൽഗെ പ്ലസ് ഫംഗയുടെ സിംബയോട്ടിക് അസോസിയേഷൻഷിപ്പാണ് ലൈക്കൻ എന്ന് പറഞ്ഞാൽ. എന്ത് ഗ്രൂപ്പിലാണ് വരുന്നത്? താലോഫൈറ്റ് ആണ് അല്ലേ? താലോഫൈറ്റ് ഗ്രൂപ്പിലാണ് വരുന്നത്. താലോഫൈറ്റ് ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പം അതായിരുന്നു ആദ്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സാധനം ആസിഡ് ആണോ ബേസ് ആണോ എന്നുള്ളൊരു ഫസ്റ്റ് ടെസ്റ്റ് ഐഡന്റിഫയർ ആയിരുന്നു എന്തെന്ന് പറയുന്നത്? ലിറ്റ്മസ് എന്ന് പറയുന്നത്. എന്താണ്? അതൊരു ഫിൽറ്റർ പേപ്പർ ആണല്ലേ? ഒരു ഫിൽറ്റർ പേപ്പർ ആണ് ആരെന്ന് പറയുന്നത്? ലിറ്റ്മസ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രൽസ്. അതിന് 3 കളറേ ഉള്ളൂ. ന്യൂട്രൽ സൊല്യൂഷൻ ആണെങ്കിൽ എന്താണ്? അത് ഒന്നുമല്ല. അത് പ്രസന്റ്ലി നമ്മൾ കാണുമ്പോൾ തന്നെ എന്ത് കളറിലായിരിക്കും? അതെന്തായിരിക്കും? പർപ്പിൾ കളറിലായിരിക്കും. പർപ്പിൾ കളറിൽ. അത് കഴിഞ്ഞ് അത് ആസിഡ് ആണെന്ന് ടേൺ ആയി കഴിഞ്ഞാൽ, ആസിഡ് ആണെങ്കിൽ അത് എന്തായി? റെഡായി. ഈ പർപ്പിൾ എന്താവും? ആസിഡിൽ മുക്കിക്കഴിഞ്ഞാൽ റെഡ് ആവും. അത് കഴിഞ്ഞ് ബേസിലാണെങ്കിൽ അതെന്താവും? ബ്ലൂ ആവും. ബി എന്ന് ഞാൻ ആലോചിക്കുക. ബേസ് ആണെങ്കിൽ ബ്ലൂ ആണെന്ന് ഞാൻ ആലോചിച്ച് ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ ബ്ലൂവും ആസിഡ് സൊല്യൂഷൻ ആണെങ്കിൽ റെഡും ആവും. നമ്മൾ പണ്ട് പോലെ കാണുന്നതാണ് ഈ ലിറ്റ്മസ് പേപ്പറൊക്കെ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചെമ്പരത്തിയുടെ താളി ഉപയോഗിച്ച് നമ്മൾ സാധാ ഒരു പേപ്പറൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്നതല്ലേ? അത് പർപ്പിൾ കളറാവും. പിന്നെ അത് മുക്കുമ്പോൾ നീലയാവുന്നു, ചുവപ്പാവുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ടെസ്റ്റ് പണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ലിറ്റ്മസ് പേപ്പർ ടെസ്റ്റ് പോലെയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആയിരുന്നു. പിന്നെ എന്തായി? അത് കുറച്ചും കൂടി അഡ്വാൻസ് ആക്കി നമ്മൾ എന്തായി കണ്ടുപിടിച്ചു? pH സ്കെയിലായിട്ട് തന്നെ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഒരു pH സ്കെയിൽ ഇവിടെ കാണുന്നുണ്ടോ? 0 to 14 വരെ വരുന്ന ഒരു pH സ്കെയിലാക്കി നമ്മൾ എന്ത് ചെയ്തു? മാറ്റി.
അതായത് ആൽക്കലി എങ്ങനെയാണ് അതിൻ്റെ ഒരു അസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലിനിറ്റി എന്ന് പറയുന്ന സംഭവം എത്രത്തോളം ഉണ്ട് ആ ഒരു സ്കെയിൽ ഫിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? pH സ്കെയിൽ കണ്ടുപിടിച്ചു. pH എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ പവർ ഓഫ് ഹൈഡ്രജൻ. പി ചെറുതും H വലുതുമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ P ഫോർ പവർ ഓഫ് ഹൈഡ്രജൻ, അങ്ങനെ ഒരു മീനിങ്ങിലേക്ക് മാറ്റി. അത് കഴിഞ്ഞാൽ എന്താ അതിനെ പറയുന്നത്? നെഗറ്റീവ് ലോഗറിതം ഓഫ് H+ അയോൺ എന്നാണ് പറയുന്നത്. നെഗറ്റീവ് ലോഗറിതം ഓഫ് H+ അയോൺ, ഹൈഡ്രജന്റെ പോസിറ്റീവ് അയോൺസിന്റെ നെഗറ്റീവ് ലോഗറിതം ആയിട്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ ടേം എന്ത് ചെയ്തതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ pHന്റെ റേഞ്ച് എത്ര തൊട്ട് എത്ര വരെ ഉണ്ട്? 0 to 14 ആണ് കേട്ടോ. 0 to 14 ആണ്. pH എന്ന് പറയുന്നത് എന്താണ്? 7 മീൻസ് pH ഗ്രേറ്റർ ദാൻ 7. ഞാൻ പറഞ്ഞില്ലേ 0 to 14 ഉണ്ട്. 7 ആണെങ്കിൽ എന്താണ്ടാ? ഏറ്റവും ന്യൂട്രൽ സിറ്റുവേഷൻ ആണ്. ആ ഒരു എന്താണ് ഇതിൻ്റെ നടുക്കെന്നുള്ള ഒരു സംഭവം ന്യൂട്രൽ സിറ്റുവേഷൻ. അത് കഴിഞ്ഞ് 7ൽ നിന്ന് അങ്ങോട്ട് കൂടും തോറും 7 തൊട്ട് 14 വരെ എടുക്കുകയാണെങ്കിൽ 7ൻ്റെ അങ്ങോട്ട് അത്ര എന്താണ്? ബേസിക് ആണ്. അറ്റ് ദ ലാസ്റ്റ് 14 എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിസിറ്റിയാണ്, ഏറ്റവും ആൽക്കലൈൻ എന്ന് പറഞ്ഞാൽ അറ്റ് ദ മോസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ 7ൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ. അതേസമയം 7ൽ നിന്ന് താഴോട്ട് വരുമ്പോൾ, അതായത് 1 വരെ വരുമ്പോഴോ അല്ലെങ്കിൽ 0 വരെ വരുമ്പോൾ എത്രയാണ്ടാ നമുക്ക് വരുന്നത്? അസിഡിറ്റി കൂടുതലാണ്. ഓക്കെ, 1 എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും അസിഡിറ്റിയാണ്. നമ്മുടെ H2SO4 പോലെയുള്ള HCl പോലുള്ള നമ്മുടെ ആസിഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത്രയും സ്ട്രോങ് ആസിഡ്സ് ആണ്. കാരണം എന്താണ്? അവർ ഏറ്റവും അറ്റത്താണ് വരുന്നത്. ഓക്കെ, 0 ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ. ഓക്കെ, സ്റ്റൊമക് ആസിഡ് എന്ന് പറയുന്നത് HCl ആണ് അല്ലേ? നമ്മുടെ വയറ്റിനകത്തുള്ള ഡൈജസ്റ്റീവ് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? HCl ആണ്. അത് കൂടുതലാവുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നതടാ? അസിഡിറ്റി ഒക്കെ ഉണ്ടാവുമെന്ന് പറയാറില്ലേ? അതെന്താണ്? നമുക്കൊരു റേഞ്ച് ഉണ്ട്, നമ്മുടെ സ്റ്റൊമക്കിന് ഒരു റേഞ്ച് ഉണ്ട്. ഒരു 4.5 ഇടയ്ക്കായിരിക്കണം നമ്മുടെ അസിഡിറ്റി വരേണ്ടത്. പക്ഷെ അതിനേക്കാളും താഴ്ന്നു വരുന്ന അവസ്ഥയാണ് ഏറ്റവും 1.5 തൊട്ട് ഒരു 2 വരെയൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ വയറ്റ് അത്രയും എന്തായാലും പ്രോബ്ലം ആയി, അസിഡിറ്റി ആയി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു ആസിഡാണ് ഏത്? സ്റ്റൊമക് ആസിഡ് വരുന്നത് 1. അത്രയും എന്താണ്? റേഞ്ച് കൂടുതലാണ്. ഇങ്ങോട്ട് വരുന്നതോറും അസിഡിറ്റി കൂടും, അങ്ങോട്ട് പോകുന്നതോറും ബേസിസിറ്റി കൂടും എന്നുള്ള ഒരു രീതിയാണ് പറയുന്നത്. നമ്മുടെ ബ്ലഡിൻ്റെയൊക്കെ pH എത്രയാ? 8 ആണ് കേട്ടോ. ബ്ലഡിൻ്റെ pH 8 ആണ്. ബ്ലഡിൻ്റെ pH 8 ആണ്. അത് കഴിഞ്ഞ് എന്താണ്? നമ്മുടെ ലെമണിൻ്റെയൊക്കെ pH കണ്ടോ? 2 ആണ്. നമ്മൾ ബാറ്ററി H2SO4 പോലെയുള്ള ആസിഡ്സ് ഒക്കെ എവിടെയാണ്? 0, 1ലാണ് പറഞ്ഞത്. ദ കിങ് ഓഫ് ആസിഡ്സ് എന്ന് പറയുന്ന സൾഫ്യൂരിക് ആസിഡ് H2SO4 ഒക്കെ വരുന്നത് ഈ 1 റേഞ്ചിലാണ്. ഇനി വരുന്ന സോപ്പ്, ബ്ലീച്ച്, അതൊക്കെ എന്താണ്? ബേസിസിറ്റിയുടെ അങ്ങേ അറ്റമാണ് അല്ലേ? ബേസിൻ്റെ ബ്ലീച്ചൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റമാണ്. അതെവിടെയാണ് വരുന്നത്? നമ്മുടെ 13, 14 റേഞ്ചിലാണ് പറഞ്ഞത്. ഡ്രെയിൻ ക്ലീനർ ഒക്കെ, ഡ്രെയിനേജ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന കുറേ പൊടികളുണ്ടല്ലോ, അത് അത്രയും എന്താണ്? അത്രയും ബേസിസിറ്റി കൂടുതൽ ആർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അത്രയും എന്താണ്? മൈക്രോ ഓക്സിനെയൊക്കെ കൊല്ലാനായിട്ടുള്ള ഒരു ശക്തി ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് pH സ്കെയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കോഫിയിലുള്ളത് 5 ആണ്. കോഫിയിലുള്ള 5 ആണ്. ഇതൊന്ന് ജസ്റ്റ് സൂം ചെയ്ത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കുക. ഇനി വരുന്ന 10 ഉണ്ടല്ലോ, സ്റ്റൊമക് ടാബ്ലറ്റ് ആണ്. മനസ്സിലായോ? സ്റ്റൊമക് ടാബ്ലറ്റ് ആണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ സ്റ്റൊമക് ആസിഡ് എത്രയിലാടാ? 1. സ്റ്റൊമക് ആസിഡ് 1, അതായത് HCl. നമ്മുടെ HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അസിഡിറ്റി കൂടിയ ഒരു ആസിഡാണ്. അത് വയറ്റിൽ നിൽക്കുമ്പോഴാണ് അത്രയും എന്ത് ചെയ്യുന്നത്? ആ ഒരു നമുക്ക് എന്താണ് പെയിൻഫുൾ ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന അത്രയും നമ്മൾ എന്താണ് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്ത് ചേർക്കണം? ആസിഡ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താ വേണ്ടത്? നമുക്ക് ബേസ് വേണം. ആ ബേസിൻ്റെ നമ്പറാണ് ഏതെന്ന് പറയുന്നത്? 10 എന്ന് പറയുന്നത്. ആൻറ്റാസിഡ് എന്ന് നമ്മൾ പറയും. എന്താ? ആൻറ്റാസിഡ്. ആൻറ്റാസിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ ആണ് കേട്ടോ. MgSO4 നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെഗ്നീഷ്യം മിൽക്ക് ഓഫ് മെഗ്നീഷ്യയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സ്റ്റൊമക് ടാബ്ലറ്റ് ആണ്. സ്റ്റൊമക് ടാബ്ലറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആൻറ്റാസിഡ് ആണ് എന്ന് പറയുന്നത് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യുന്ന ആൽക്കലൈൻ എന്ന് പറയുന്ന വയറ്റ് വേദനയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. pH <7 മീൻസ് അസിഡിക്ക് കൂടുതൽ, ഗ്രേറ്റർ ദാൻ 7 മീൻസ് ബേസിക്ക്. അതൊക്കെ മനസ്സിലാക്കിക്കോളുക. അതൊക്കെ കൊച്ചിലേ മുതൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ബ്ലഡിൻ്റെ എത്രയാണ്ടാ? pH 8 ആണ്. ബ്ലഡിൻ്റെ pH 8 ആണ്. സ്റ്റൊമക് ടാബ്ലറ്റ് ആൻറ്റാസിഡിൻ്റെ 10 ആണ്. സോപ്പ് അങ്ങനെ എന്താണ് ബ്ലീച്ച് അങ്ങനത്തെ സാധനമൊക്കെ 12, 13 ഏറ്റവും അറ്റത്താണ് കേട്ടോ. അതൊക്കെ അങ്ങ് നല്ല ബേസിസിറ്റി കൂടുതലാണ്. ഇങ്ങോട്ടൊക്കെ എന്താണ്? അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ് ആണ് വരുന്നത്. വിനാഗിരിയിലൊക്കെ 3 ഉള്ളൂ. അതൊക്കെ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ മിൽക്കിൽ 6, കോഫിയിൽ 5, അങ്ങനെയൊക്കെ നന്നായി മനസ്സിലാക്കി തന്നെ നിങ്ങൾ പോവുക. ഇതൊക്കെ ചോദിക്കാറുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ച് പോവുക. ഇനി നമുക്ക് ആസിഡ്സിനെ കുറിച്ചാണ് പറയേണ്ടത്. ആസിഡ്സിന് എന്താണ് ആ ഒരു കറക്റ്റ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് വന്നത്? ലാറ്റിൻ വേർഡായിട്ടുള്ള അസിഡസ് അല്ലെങ്കിൽ അസെയർ എന്ന് പറഞ്ഞ ഒരു വേർഡിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടായിരിക്കുന്നത്? ആസിഡ് എന്ന് പറഞ്ഞൊരു ടേം കോയിൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ആ ഒരു വേർഡിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ? സോർ.
ഒരുമാതിരത്തെ ഒരു എന്താണ് പുളിപ്പ് എന്നുള്ള ഒരു മീനിങ്ങിലാണ് ആസിഡസ് അല്ലെങ്കിൽ അസെയർ എന്ന് പറഞ്ഞൊരു മീനിങ് വരുന്നത്. അതുകൊണ്ടാണ് അതിന് എന്ത് ടേസ്റ്റ് എന്ന് പറയുന്നത്? സോർ ടേസ്റ്റ്. ഒരു പുളിപ്പ് പോലെയുള്ള അങ്ങനത്തെ ഒരു പഞ്ചന്റ് ടേസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് സോർ ടേസ്റ്റിനെയാണ് പറയുന്നത്. പിന്നെ ഇവിടെ എന്താ വരുന്നത്? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്താവും? ആസിഡ് ആണെങ്കിൽ എന്താവും? ഇവിടെ റെഡ്. ആസിഡ് റെഡ് ആവും. ബേസ് എന്നാണ് ബി ബ്ലൂ ആവും. അതങ്ങനെ തന്നെ പഠിക്കുക. ലിറ്റ്മസ് പേപ്പർ എന്താവും? റെഡ് ആയിട്ട് ചേഞ്ച് ആവും. ഇനി എന്താണ് നോർമലി ഇവർ എന്താണ്? കൊറോസീവ് ഇൻ നേച്ചർ ആണ്. നമുക്കറിയാലോ ആസിഡ് എക്സ്പ്ലോഷൻ ഒക്കെ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബോഡിയിലൊക്കെ വീണ് കഴിഞ്ഞാൽ അത്രയും ഹെവി ആയിട്ടുള്ള ആസിഡ്സ് നമ്മുടെ ബോഡി വിടുമ്പോൾ നമ്മുടെ ടിഷ്യൂ തന്നെ എന്ത് ചെയ്യും? കൊറോസീവ് നേച്ചർ ആവും. മൊത്തത്തിൽ ഡാമേജ് ആവും. കൊറോഷൻ സംഭവിക്കും. അത്രയും ഹെവി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആര് കാണിക്കുന്നത്? ആസിഡ് കാണിക്കുന്നത്. മൊത്തത്തിൽ ഡാമേജ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ആര് കാണിക്കും? കൊറോസീവ് നേച്ചർ ആണ് ആർക്കുള്ളത്? ആസിഡിനുള്ള. ഇനി ഈ ആസിഡിൽ തന്നെ വരുന്ന അക്വാ റീജിയ എന്ന് പറഞ്ഞൊരു പ്രത്യേക തരം സംഭവമുണ്ട്. രണ്ട് ആസിഡിന്റെ മിക്സ്ചറിനെയാണ് നമ്മൾ അക്വാ റീജിയ എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേരിൽ എന്താ അറിയപ്പെടുന്നത്? റോയൽ ഡ്രഗ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? റോയൽ ഡ്രഗ്. അതായത് നമ്മുടെ നോബിൾ ഐറ്റംസ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന നോബിൾ ആയിട്ട് ഭയങ്കര ഹെവി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റം ആയിട്ടുള്ള ഗോൾഡ്, പ്ലാറ്റിനം ഇങ്ങനെയുള്ള മെറ്റൽസിനെ എന്ത് ചെയ്യാൻ പറ്റും? ഡിസോൾവ് ചെയ്യാൻ പറ്റും. ആസിഡ് എന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യാൻ പറ്റും? മൊത്തത്തിൽ ഡിസോൾവ് ചെയ്ത് അതിനെ എന്ത് ചെയ്യുക? ഒന്നും അല്ലാണ്ടാക്കി കളയാൻ പറ്റും. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യാൻ പറയുന്നത്? ഇത്രയും സ്ട്രോങ് ആസിഡ്സ് ആണ്. ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? 3:1 റേഷ്യോ ആണ് വരുന്നത് കേട്ടോ. അക്വാ റീജിയയുടെ റേഷ്യോ എത്രയെന്ന് വെച്ചാൽ 3:1. 3:1 എന്ന് പറഞ്ഞാൽ 3 എന്ന് പറഞ്ഞാൽ HCl സ്ട്രോങ് ആസിഡ് HCl. അത് കഴിഞ്ഞ് HNO3 നൈട്രിക് ആസിഡ്. 3:1 3 HCl-ഉം 1 HNO3 ആണ്. ഇവർ രണ്ടുപേരും എന്താണ്? സ്ട്രോങ് ആസിഡ്സ് ആണ്. ക്യൂൻ ഓഫ് ആസിഡ്സ് എന്നാണ് ആരറിയപ്പെടുന്നത്? നൈട്രിക് ആസിഡ് അറിയപ്പെടുന്നത്. ക്യൂൻ ഓഫ് ആസിഡ് നൈട്രിക് ആസിഡ്. കിങ് ഓഫ് ആസിഡ്സ് എന്ന് ആരറിയപ്പെടും? സൾഫ്യൂരിക് ആസിഡ്. കാരണം അവർക്ക് അത്ര എന്താണ്? പ്രോപ്പർട്ടിയാണ്. അത് അത്രയും വൈഡ്ലി യൂസ്ഡ് ആണ്. നമ്മുടെ HCl ആണ് സ്ട്രോങ്ങർ. പക്ഷേ H2SO4 എന്ന് പറയുന്നത് എന്താണ്? അതുപോലെ സ്ട്രോങ്ങർ ആണ്. ബട്ട് അവരെന്താണ്? വൈഡ്ലി എന്താണ്? ചീപ്ലി ഇങ്ങനെ എന്താണ്? ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ കാര്യത്തിനും ഒരുപാട് പ്രോപ്പർട്ടീസ്. ഫെർട്ടിലൈസ് പോലെയുള്ള കംപ്ലീറ്റ്ലി ഒരു എക്കണോമിക്കൽ സ്കെയിലിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലാണ് H2SO4ൻ്റെയും നൈട്രിക് ആസിഡിൻ്റെ. അതുകൊണ്ടാണ് അവർ തമ്മിൽ എന്തെന്നറിയപ്പെടുന്നത്? കിങ് ആൻഡ് ക്യൂൻ ഓഫ് ആസിഡ്സ് എന്ന് ഞാൻ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് എന്താണ്? സ്റ്റൊമക്കിലുള്ള ആസിഡ്സ് നമ്മൾ പറഞ്ഞു HCl ആണ്. അക്വാ റീജിയ മനസ്സിലായോ നിങ്ങൾക്ക്? എന്തൊരു സാധനം, അതായത് നോബിൾ ആയിട്ടുള്ള റോയൽ ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ഗോൾഡ്, പ്ലാറ്റിനം പോലുള്ള സാധനത്തെ എന്ത് ചെയ്യാൻ പറ്റും? ഡിസോൾവ് ചെയ്ത് കളയാൻ പറ്റും. അതിനെ ഇല്ലാണ്ടാക്കി ഇനി അതിൻ്റെ ഒരു അവശിഷ്ടം പോലും വച്ചിക്കാതെ അതിനെ എന്ത് ചെയ്യാൻ? ഡാമേജ് ചെയ്യാനുള്ള ശേഷി ആർക്കുണ്ട്? ഈ HCl ആൻഡ് HNO3 എന്ന് പറയുന്ന ആ ഒരു കമ്പൈനേഷൻ, ഒരു മിക്സ്ചറാണ് അക്വാ റീജിയ എന്ന് പറയുന്ന 3:1 റേഷ്യോയിലുള്ള ആ മിക്സ്ചറാണ് അക്വാ റീജിയ. അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഡിസോൾവ് ചെയ്ത് കളയാൻ പറ്റും. അതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറയുന്നത്? റോയൽ ഡ്രഗ് എന്ന് പറയുന്നത് കേട്ടോ. റോയൽ ഡ്രഗ് എന്ന് പറയുന്നത് അതാണ് ആസിഡ്സ്. ഇനി എന്താണ്? ആസിഡ്സിനെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഓർഗാനിക് ആസിഡ്സ് എന്നും ഇനോർഗാനിക് ആസിഡ്സ് എന്നും തിരിച്ചിട്ടുണ്ട്. ഓർഗാനിക് ആസിഡ്സ് എന്നും ഇനോർഗാനിക് ആസിഡ്സ് എന്നും. പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറലി ഒബ്റ്റൈനിങ്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്ട്ലി കിട്ടുന്ന സംഭവങ്ങളെയാണ് നമ്മൾ ഓർഗാനിക് ആസിഡ്സ് എന്ന് പറയുന്നത്. ഒബ്റ്റൈൻഡ് ഫ്രം നാച്ചുറൽ സോഴ്സസ് സച്ച് ആസ് ഫ്രൂട്ട്സ് ആൻഡ് അനിമൽ പ്രോഡക്ട്സ്. നമ്മൾ നോർമലി ബേസിൽ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അത് തന്നെയാണ് കേട്ടോ. നമ്മൾ നോർമലി എങ്ങനെയാണോ എക്കണോമിക്കലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് ഡയറക്ട്ലി അവൈലബിൾ ആയിട്ടുള്ള, ഓർഗാനിക്കലി എൻവയോൺമെന്റലി അവൈലബിൾ ആയിട്ടുള്ള സാധനത്തിനെയാണ് ഓർഗാനിക് എന്ന് പറയുന്നത്. അതെന്താണ്? നോർമലി ഇവരെന്താണ്? വീക്ക് ആസിഡ്സ് ആണ്. സ്ട്രോങ് ആസിഡ്സും ഉണ്ട്, വീക്ക് ആസിഡ്സും ഉണ്ട്. അത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ഒരുപാട് ആസിഡ്സ് ഉണ്ട്. അതിൽ വരുന്നതാണെന്താ കണ്ടോ? എക്സാമ്പിൾസ് കാണുന്നുണ്ടോ? സിട്രിക് ആസിഡ് എന്ന് പോലത്തെ പല സാധനങ്ങൾ. സിട്രിക് എന്താണ്? നമ്മൾ നോർമലി കുടിക്കുന്ന ലെമൺ, ഗൂസ്ബെറീസ്, അങ്ങനത്തെ സിട്രസ് ഫ്രൂട്ട്സ്, ഓറഞ്ചസ് പോലെയുള്ള ഐറ്റംസിൽ അതിലൊക്കെ ഉള്ളത് എന്താണ്? ഈ പറയുന്ന സിട്രിക് ആസിഡ് ആണുള്ളത്. അപ്പോൾ എവിടെയാണ് സിട്രിക് ആസിഡ് കാണുന്നത്? സിട്രസ് ഫ്രൂട്ട്സിലാണുള്ളത്. അത് കഴിഞ്ഞ് അസറ്റിക് ആസിഡ്, ഇതൊക്കെ നമുക്ക് ബോഡിയിൽ ആവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ്? അവർ അധികം ഡാമേജും അല്ല. അവരെന്ത് ചെയ്യത്തില്ല? ഫുള്ളി ഡിസോൾവ്ഡ് അല്ല. അതുകൊണ്ട് അത് തന്നെ അത്രയും സ്ട്രോങ് എന്താണ്? എഫക്റ്റ് നമ്മുടെ ബോഡിക്ക് അത് ഉണ്ടാക്കുന്നില്ല. വീക്കർ ആസിഡ്സ് എന്നാണ് അവരെ പറയുന്നത്, ഓർഗാനിക് ആസിഡ്സിനെ പറയുന്നത്. അത് കഴിഞ്ഞ് എന്താണ്? അസറ്റിക് ആസിഡ് ഏതാണ്? CH3COOH എന്ന് പറയുന്ന നമ്മുടെ അസറ്റിക് ആസിഡ് നമ്മൾ ഏതിൽ കാണുന്ന? വിനാഗിരിയിലൊക്കെ കാണുന്ന CH3COOH. പിന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ട ആസിഡ്സ് എന്താണ്? H+ ആണ് റിലീസ് ചെയ്യുന്നത് കേട്ടോ. H+ ആണ് റിലീസ് ചെയ്യുന്നത്, മനസ്സിലാക്കുക. ഇനി എന്താണ്? ലാക്റ്റിക് ആസിഡ് ആണെങ്കിൽ ഏതിലാണ് കാണുന്നത്? സോർ മിൽക്ക്, പുളിച്ച പാല്, അങ്ങനെ തന്നെ തൈര്, കർഡ് ഐറ്റംസിലൊക്കെയാണ് നമ്മൾ എന്ത് കാണുന്നത്? ലാക്റ്റിക് ആസിഡ് ആണ്. ടാർട്ടാറിക് എവിടെയാണ് കാണുന്നത്? ടാർട്ടാറിക് നമ്മുടെ സോർ ടേസ്റ്റ് ഉള്ള ടമാറിൻ്റെ പുളി ഐറ്റംസിലൊക്കെയാണ് കാണുന്നത്. ഗ്രേപ്സ്, ഇളം ഗ്രേപ്സ്, അങ്ങനത്തെ ഐറ്റംസിലാണ് ടാർട്ടാറിക് ആസിഡ്. എവിടെയാണ് കാണുന്നതെന്ന് നിങ്ങൾ നല്ലതായിട്ട് മനസ്സിലാക്കി പോവുക. ഓക്സാലിക് ആണെങ്കിൽ എവിടെയാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ചോക്ലേറ്റിലുള്ളത് ഒരുതരം ആസിഡാണ്, അതാണ് ഓക്സാലിക് ആസിഡ്. പിന്നെ അവിടെ ഉണ്ട് ഒണിയനിലുണ്ട്, ടൊമാറ്റോയിലുണ്ട്, അതൊക്കെയാണ്
ഏതൊക്കെയാണ് ഓക്സാലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഫോമിക് ആസിഡ് ഏതാണ്ടാ നമുക്ക് ഇതൊക്കെ എന്താണ് ഒരു വീക്ക് ആസിഡ് ആണെങ്കിൽ പോലും നമ്മുടെ ഉറുമ്പിന്റെ ആസിഡിനെയാണ് ഫോമിക് ആസിഡ് പറഞ്ഞത്. നമ്മൾ കടിക്കുമ്പോൾ ഒരു സ്റ്റിങ്കിങ് ഫീൽ ഉണ്ടാവും, പക്ഷെ എന്താണ് അത് അധികം നേരം നിൽക്കത്തില്ലല്ലോ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പോവും. ആസിഡാണ്, അതുകൊണ്ടാണ് ആ ഒരു വേദന നമുക്ക് എടുക്കുന്നത് കേട്ടോ. ഫോമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ആൻഡിന്റെ, നമ്മുടെ ആൻഡ് ഉറുമ്പ് ഇഞ്ചെക്ട് ചെയ്യുന്ന ആസിഡാണ്. ഹ്യൂമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിൽ കാണുന്ന നമ്മുടെ ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ എന്താ? സോയിലിൽ കാണുന്ന ആസിഡിനെയാണ് ഹ്യൂമിക് ആസിഡ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ അസിഡിറ്റി കൂടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൃഷിയിടങ്ങളിലൊക്കെ ചുണ്ണാമ്പ്, സ്ലേക്കഡ് ലൈം, ബേസ് ചേർക്കുന്നത്. നമ്മുടെ സോയിൽ ഒരുപാട് അസിഡിറ്റി ആവാൻ പാടില്ല, അസിഡിഫൈഡ് ആവാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഒരു ആൽക്കലൈൻ സൊല്യൂഷൻ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ തെങ്ങിനൊക്കെ വളം വയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ചുണ്ണാമ്പൊക്കെ എന്ത് ചെയ്യും, സ്ലേക്കഡ് ലൈം പോലുള്ള സംഭവങ്ങളൊക്കെ ബേസ് അവർ അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ആഡപ്പ് ചെയ്ത് പോകും. എന്നാലേ ആ സോയിലിൻ്റെ ആ ഒരു pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ഇനി അടുത്ത് ഫൈറ്റിക് എന്ന് പറയുന്നത് എവിടെ കാണുന്നതാണ്? ഫൈറ്റിക് റൈസ് ആണ്. ഫൈറ്റിക് എവിടെയാണ്? റൈസിൽ കാണുന്നതാണ് കേട്ടോ. റൈസിൽ കാണുന്നതാണ് ഫൈറ്റിക്. കാപ്രിക് എവിടെയാ? കാപ്രിക് കോക്കനട്ട്, തേങ്ങ വെള്ളത്തിലൊക്കെ കാണുന്നതാണ് കാപ്രിക്. ഇനി എന്താണ് ടാനിക് എന്താണ്? ടാനിക് നമ്മുടെ ടീയിൽ കാണുന്നതാണ് ടാനിക്. ആ ഒരു ഫസ്റ്റ് ലെറ്റർ വെച്ച് നിങ്ങൾ കാപ്രിക് ആണെങ്കിൽ കോക്കനട്ട്, ടാനിക് ആണെങ്കിൽ ടീയിൽ കാണുന്ന, ചായ കുടിക്കുമ്പോൾ വരുന്ന ആസിഡാണ്. ഇനി അടുത്ത് സ്റ്റിയറിക് ആസിഡ്, മെയിനായിട്ട് പഠിക്കുന്നത് സ്റ്റിയറിക് ആസിഡ് എന്തിൻ്റെയാണ്? ഫാറ്റ് ആസിഡാണ്. ഫാറ്റിൽ അടങ്ങിയിരിക്കുന്ന ഒരു ആസിഡിനെയാണ് നമ്മൾ സ്റ്റിയറിക് ആസിഡ്, സ്റ്റിയറിക് ഹോർമോൺസ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതുകൊണ്ട് സ്റ്റിയറിക് ആസിഡ്. ഇനി ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് നമ്മുടെ അസറ്റൈൽ സാലിസിലിക് ആസിഡ്, ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടർ ഡ്രഗ് ആണ് അല്ലേ, വണ്ടർ ഡ്രഗ് ആണ്. ആസ്പിരിൻ്റെ മറ്റൊരു നിക് നെയിം എന്താണ്? ആസ്പിരിൻ വണ്ടർ ഡ്രഗ് എന്നാണ് നമ്മൾ പറയാറ്, വണ്ടർ ഡ്രഗ്. കാരണം എന്താ, ഇത് ഒരു അനാൽജസിക് ആണ്, ആൻറ്റി പൈററ്റിക് ആണ്, അതുപോലെ നമ്മുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻ ആണ്. എല്ലാ ട്രീറ്റ്മെൻറ്റ്സിനും വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഏത്? ആസ്പിരിൻ. അതുകൊണ്ടാണ് അതിന് എന്തെന്നറിയപ്പെടുന്നത്? വണ്ടർ ഡ്രഗ് ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ആസ്പിരിൻ, അസറ്റൈൽ സാലിസിലിക് ആസിഡ്. ഇത്രയും എന്താണ് വീക്കർ ആസിഡ്സ്. ഇനിയും ഉണ്ട് മാലിക് ആസിഡ്, ആപ്പിളിലുള്ള മാലിക് ആസിഡ്, അങ്ങനത്തെ കുറേ ആസിഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? വീക്ക് ആസിഡ്സ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഇനോർഗാനിക് ആസിഡ്, അത്രയും ഹൈലി എന്താണ്, മിനറൽ കണ്ടന്റ് ഉള്ള ഹൈലി സ്ട്രോങ് ആസിഡ്സ് എന്ന് തന്നെ നമുക്ക് വിളിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് ആസിഡ്സ് ആണ്. ഇവരെന്താണ്? ഡിസോസിയേറ്റ്സ് ഇൻ വാട്ടറിൽ കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ആവും എന്ന് വെച്ചാൽ ഡിസോസിയേറ്റ് ആയി പോകും, അലിഞ്ഞു ചേരും എന്നുള്ളൊരു മീനിങ്ങിലാണ് പറയണത്. അതാണ് ഏതെന്ന് പറയണത്? ഇനോർഗാനിക് ആസിഡ്, മിനറൽ ആസിഡ് ഓർ ഇനോർഗാനിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തെന്താണ്? മിനറൽ ആസിഡ്സിന് എക്സാമ്പിൾ ഏതാണ്? ഇനി നമ്മൾ കാണുന്ന നമ്മൾക്ക് ലാബിലും ലബോറട്ടറീസിലും ഒക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ട് പരിചയമുള്ള കുറേ ആസിഡ്സ് ആണ്. അതൊക്കെയാണ് HCl, നമ്മൾ എന്താണ് സ്റ്റൊമക് ആസിഡ് എന്ന് അല്ലെങ്കിൽ അറിയപ്പെടും. HNO3 നൈട്രിക് ആസിഡ്, എല്ലാം എന്താണ് സ്ട്രോങ് ആണ് കേട്ടോ. HNO3 നൈട്രിക് ആസിഡ്, ക്യൂൻ ഓഫ് ആസിഡ്സ്, സൾഫ്യൂരിക് ആസിഡ്, കിങ് ഓഫ് ആസിഡ് H2SO4, അതുപോലെ ഫോസ്ഫോറിക് ആസിഡ് H3PO4, അതുപോലെ തന്നെ ഏതാണെടാ? ബോറിക് ആസിഡ് കേട്ടോ, ബോറിക് ആസിഡ്. ഇതൊക്കെ എന്താണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന കുറേ എന്താണ് ആസിഡ്സ് ആണ്. എക്കണോമിക്കലി അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ആസിഡ്സുകളാണ്. ഇതെല്ലാം എന്താണ്? സ്ട്രോങ് ആസിഡ്സ് ആണ്. അതുപോലെ എന്താണ്? ഇനോർഗാനിക് അല്ലെങ്കിൽ മിനറൽ ആസിഡ്സ് എന്നാണ് അവരെന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഏതിൽ പറയാനുള്ളത്? ഇനോർഗാനിക്, ഓർഗാനിക്കിൽ നമ്മൾ ആസിഡ്സ് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പോവുക. ഇനി അടുത്ത് എന്താ പഠിക്കേണ്ടത്? നമുക്ക് ബേസിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്, ബേസസിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഓക്കെ, മുഷിഞ്ഞോ? ഇല്ലല്ലോ. ഓക്കെ, ബേസസിനെ കുറിച്ച് പഠിക്കാം. ബേസസ് എന്താണ്? ബിറ്റർ ടേസ്റ്റ് ആൻഡ് സോപ്പി ഫീൽ ഉള്ള സാധനമാണ് കേട്ടോ. ബിറ്റർ ടേസ്റ്റ്, നമ്മൾ നേരത്തെ എന്താ ആസിഡ് സോർ ടേസ്റ്റ് പറഞ്ഞു, ഇവിടെ എന്താണ്? ബിറ്റർ ടേസ്റ്റ് ആണ്. സോപ്പി ഫീൽ ആണ്, ബിറ്റർ ടേസ്റ്റ് ആണ്. നമുക്കൊരു ഒരു ബിറ്റർ കയ്പ്പ് രസമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ സോപ്പി ഫീൽ ആണ്, നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ എന്താണ്? ഒരു വഴുവഴുപ്പുണ്ട്. നമ്മുടെ ഈ നോർമലി ഉള്ള ബേക്കിംഗ് സോഡ പോലുള്ള സംഭവം ആയാലും നമ്മുടെ വാഷിംഗ് സോഡയൊക്കെ എന്തിലാണ് വരുന്നത്? ഇതിലാണ് വരുന്നത്. കാരണം എന്താ? അവർക്കൊരു നമ്മുടെ സോപ്പ് ഡിറ്റർജൻസിലൊക്കെ ഉപയോഗിക്കുന്ന എന്താണ്? ബേസസ് ആണ്, കൂടുതൽ ഉപയോഗിക്കുന്നത് ബേസസ് ആണ്. അപ്പോൾ അതൊക്കെ എന്താണ്? ഒരു സോപ്പി ഫീൽ ആണ്. ഓക്കെ, ഇവിടെ എന്താണെടാ നമ്മൾ പറഞ്ഞില്ലേ, ബ്ലൂ ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, ബേസ് ബ്ലൂ, അതങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചോണം. ബേസ് ബ്ലൂ ആണ്. വാട്ടർ സോല്യൂബിൾ ബേസസിന് എന്താ പറയുക? ആൽക്കലീസ് എന്ന് പറയും. നമ്മൾ ആൽക്കലൈൻസ് ഗ്രൂപ്പ് എന്നാണ് ബേസിന് നോർമലി അറിയപ്പെടുന്നത്. അതെന്താണ് ആൽക്കലി എന്ന് പറഞ്ഞൊരു പേര് വന്നത്? വാട്ടറിൽ കംപ്ലീറ്റ് ആയിട്ട് ബേസസ് ഡിസോൾവ് ആവുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽക്കലീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്താണ്? ഇത് മെയിൻലി യൂസ് ചെയ്യുന്ന എവിടെയാണ്ടാ? നമ്മൾ ലബോറട്ടറി അങ്ങനെയല്ല, നമ്മൾ എന്താണ് വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള സാധനമാണ് എന്ത് പറയുന്നത്? നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണ്? ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് എന്തിനാണ്? ക്ലീനിങ്. മെയിനായിട്ട് എന്തിനു വേണ്ടിയുള്ളതാണ്? ക്ലീനിങ്ങിനുള്ളത്.
അതുപോലെ തന്നെ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആൾ തന്നെയാണ് ആര്? അമോണിയ ഗ്രൂപ്പ് ഉണ്ടല്ലോ, NH4 ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു വീക്ക് ആസിഡും കൂടെയാണ്. അതെന്താണ്? വീക്ക് ബേസും കൂടെയാണ്. അതെന്താണ്? ക്ലീനേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ആൾ എന്താണ്? ഡ്രെയിൻ ക്ലീനർ ആണ്. ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും pH കൂടിയ, അതായത് ബേസിൽ pH ഏറ്റവും കൂടുതൽ എന്താണ്? ഡ്രെയിൻ ക്ലീനേഴ്സിനാണ്. ഡ്രെയിനേജ് ക്ലീൻ ചെയ്യുന്നവർക്കാണ്. അത്രയും ആസിഡിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് അതിലുള്ള. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആളെ എന്ത് ചെയ്യണം? നമുക്ക് അവിടെ ബേസിന് സെറ്റ് ചെയ്ത് വെക്കണം. അതാണ് ആരെന്ന് പറയുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് കേട്ടോ. സോഡിയം NaOH എന്ന് പറയുന്ന സാധനമാണ്. അതിനെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഡ്രെയിൻ ക്ലീനിങ്ങിന് വേണ്ടി ആഡ് ചെയ്യും. പിന്നെ എന്താണ്? ആൻറ്റാസിഡ്. ഞാൻ പറഞ്ഞില്ലേ സ്റ്റൊമക്കിലെ ആസിഡിറ്റിയെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പുറത്തുനിന്ന് എന്ത് കൊടുക്കും? ഒരു ആൽക്കലൈൻ സൊല്യൂഷൻ കൊടുക്കേണ്ടതുണ്ട്. അതാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ എക്സസ് ആയിട്ട് സ്റ്റൊമക് ആസിഡ് ആകുമ്പോൾ നമ്മൾ ഒരു ബേസ് ഇൻവോൾവ് ചെയ്ത് കൊടുക്കണം. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഞാൻ MgSO4 എന്നാണ് പറഞ്ഞത്, റോങ് ആണ്, തെറ്റിപ്പോയി എനിക്ക്. MgOH ആണ് കേട്ടോ, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ. MgOH ട്വൈസ് ആണ്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ. എനിക്ക് അവിടെ മിസ്റ്റേക്ക് പറ്റിയതാ. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്, നല്ല മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പോൾ അതാണ് നമ്മൾ മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്ന് പറയുന്നത് കേട്ടോ. മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറയുന്ന ഈ സാധനം എന്തിനു ഉപയോഗിക്കും? നമ്മൾ ഈ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മെഡിക്കൽ കണ്ടന്റ് ആയിട്ട്, അതായത് നമ്മളെ മെഡിസിൻ കണ്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഫാർമക്യൂട്ടിക്കൽസിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബേസ് ആഡ് ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാമോ നമ്മുടെ ബേസ് എവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ പല്ലിൽ ഇനാമൽ പോകുന്നുണ്ട്. അതായത് അസിഡിറ്റി കൂടുമ്പോൾ, നമ്മുടെ പല്ലിൽ അസിഡിറ്റി കൂടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ പല്ലിന് ഒരു റേഞ്ച് ഉണ്ട്, ഒരു 5 or 6 സംതിങ് ഉണ്ട്. ആ ഒരു റേഞ്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ 4.5 to 5 അങ്ങനെ എന്തോ ആണ് അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ അസിഡിറ്റി എന്ത് ചെയ്യും? തീരെ 1, 2 എന്നൊക്കെ ഉള്ള രീതിയിൽ മാറും. കാരണം നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ, ഫുഡ് കഴിച്ചിട്ട് നമ്മൾ എന്താണ് ഈ ആസിഡ് എന്ത് ചെയ്യുന്നത്? ഇതിൽ തന്നെ കീപ്പായി പോകും, ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഡൈജസ്റ്റീവ് അല്ലാത്ത സാധനം ആസിഡ്സ് എന്ത് ചെയ്യും? പല്ലിൽ തന്നെ തങ്ങും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രഷ് ചെയ്യാൻ പറയുന്നത്. 2 നേരവും ബ്രഷ് ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? അവർ ആൽക്കലൈൻ, നമ്മളെ ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആൽക്കലൈൻ ബേസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ആ ബേസ് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ബേസ് എന്ത് ചെയ്യാണ്? സപ്ലിമെന്റ് ചെയ്യുകയാണ് അവിടെ. അപ്പോൾ എന്ത് ചെയ്യും? അത് അങ്ങ് ന്യൂട്രലായിട്ട് അങ്ങ് മാറും. അതുകൊണ്ട് നമ്മുടെ പല്ലിൻ്റെ ഇനാമലൊന്നും പോകാതെ നമുക്ക് കുറേ നാൾ പല്ലിന് ടൂത്ത് ഡീക്കൊന്നും സംഭവിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂക്ഷിക്കാൻ പറ്റുമെന്ന് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് എന്താണ്? വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂസേജസ് തന്നെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ തന്നെ നമുക്ക് സ്ട്രോങ് ബേസ്, വീക്ക് ബേസ് എന്ന് പറഞ്ഞും തിരിച്ചിട്ടുണ്ട്. അതിൽ സ്ട്രോങ് ബേസസ് ഏതൊക്കെയാണ്? ബാരിയം ഹൈഡ്രോക്സൈഡ്, അതുപോലെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സ്ട്രോങ് ആയതാണ്. അതിനെയാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് പറഞ്ഞ് പല കാര്യത്തിൽ സോപ്സ് പോലെയുള്ള കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സിമെന്റിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. സിമെന്റ്, ചുണ്ണാമ്പിനെയാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാൽഷ്യം എന്ന് പറയുന്ന എല്ലാ വേർഡ്സും എന്താണ്? ഒരുമാതിരി വെള്ളപ്പൊടിയായിട്ടുള്ള സിമെന്റ് ടൈപ്പ് ആയിട്ടുള്ള ചുണ്ണാമ്പ് അങ്ങനത്തെ ഐറ്റംസ് ആണ് ഏത്? കാൽഷ്യം റിലേറ്റഡ് ആയിട്ട്. ബോണി ലൈക്ക് ഒരു ഒരു മിനറൽ കണ്ടന്റിനെയാണ് നമ്മൾ കാൽഷ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. CaOH ട്വൈസ് ആണ്. പിന്നെ എന്താണ്? ലിഥിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, പൊട്ടാഷ് സോഡ എന്നൊക്കെയാണ് പറയുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നത് നോക്കിയാടാ. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സോപ്പസിലൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ജേംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇല്ലാതാക്കാൻ പറ്റും സോപ്സ് തേച്ചെന്നൊക്കെ പറയുന്നത്. കാരണം അതിൽ കണ്ടന്റ് എന്താണ്? സ്ട്രോങ് ബേസ് കണ്ടന്റ് ആണ്. ഒരുപാട് ഹാംഫുൾ ആസിഡ് തരത്തിൽ നമ്മളെ പൊള്ളിക്കത്തില്ല, ബട്ട് സ്റ്റിൽ അതെന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, ജേംസ് പോലുള്ള ഐറ്റംസിനെയൊക്കെ കൊല്ലാൻ, ഡിസ്ട്രോയ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? സ്ട്രോങ് ബേസസിനുണ്ട്. അപ്പോൾ അതാണ് സോപ്സിൽ ഉപയോഗിക്കുന്നു. സോഡിയം കാർബണേറ്റ് ആണ് എന്തിൽ ഉപയോഗിക്കുന്നത്? ഡിറ്റർജൻസിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ ഡിറ്റർജൻസ് അങ്ങനത്തെ ഐറ്റം, ഹൗസ് ഹോൾഡ് ഐറ്റംസിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ലാബ്സിലും യൂസ് ചെയ്യാറുണ്ട്. സോഡിയം ഫ്ലൂറൈഡ് എന്ന് പറയുന്ന സാധനം ഏറ്റവും വീക്കർ ബേസ് ആണ് കേട്ടോ. സോഡിയം ഫ്ലൂറൈഡ് എന്ന് പറയുന്ന വീക്കർ ബേസ് ആണ്. അമോണിയ എന്ന് പറയുന്ന വീക്ക് ബേസ് ആണ്. സോഡിയം ബൈകാർബണേറ്റ്, നമ്മുടെ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ഒരു വീക്ക് ബേസ് ആണ് കേട്ടോ. ബൈകാർബണേറ്റ്, ബേക്കിംഗ് സോഡ എന്ന് തന്നെ പഠിക്കുക. സോഡിയം ബൈകാർബണേറ്റ്, ബേക്കിംഗ് സോഡ അതൊക്കെ എന്താണ്? ശരിക്കും പറഞ്ഞാൽ വീക്ക് ബേസുകളാണ്, നമുക്ക് നോർമലി യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകളാണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പാണ്. സോഡിയം ഫ്ലൂറൈഡ് ആണ് അതിൽ ഉപയോഗിക്കുന്ന, നമ്മുടെ ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കുന്ന അത്രയും വീക്കർ ബേസ് ആണ് കേട്ടോ. ഏറ്റവും വളരെ വീക്കർ ആയിട്ടുള്ള ഒരു ബേസിനെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ അമോണിയ എവിടെ എന്താ ഉപയോഗിക്കുന്നത്? നമ്മൾ ഫെർട്ടിലൈസിലേക്ക് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ സോയിലിലുള്ള അസിഡിറ്റി ഒക്കെ കുറയ്ക്കാൻ വേണ്ടി അത് സഹായിക്കുന്നുണ്ട്. ഈ അമോണിയ പോലുള്ള മെറ്റീരിയൽസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സ്ട്രോങ്ങർ ബേസും വീക്കർ ബേസും ആയിട്ട് തിരിച്ചിട്ടുള്ളത്. എക്സാമ്പിൾസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തെന്താണ്? ഇനി ഒരു ഇതിനെ പറ്റി എന്നിട്ടുണ്ട് 3 തിയറീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ആസിഡ് ബേസിസ് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് കാര്യങ്ങൾ അവർ അഡീഷണൽ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം.
അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് വെച്ചാണ് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ആ ഒരു തിയറി എങ്ങനെ വന്നു എന്നാണ് പറയുന്നത്. അറീനിയസ് തിയറി സ്റ്റേറ്റ് ചെയ്യുന്ന എന്താണ് ആസിഡ് ജനറേറ്റ് H+ അയോൺസ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആസിഡ് ആണെങ്കിൽ എന്താണ്ടാ ഹൈഡ്രജൻ പ്ലസ് അയോൺസ് ആണ് കൊടുക്കുന്നത്. ഹൈഡ്രജൻ പ്ലസ് അയോൺസ് ആണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ബേസ് ആണെങ്കിൽ എന്താണ് OH- അയോൺസ് ആണ് കൊടുക്കുന്നത്. OH- അയോൺസ് ആണ്. അപ്പം ആസിഡ്സ് ആണെങ്കിൽ എന്ത് കൊടുക്കും H+ അയോൺസ് കൊടുക്കും. ബേസ് ആണെങ്കിൽ OH- അയോൺസ് ആണ് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ ആളാണ് ആരെന്ന് പറയുന്നത് അറീനിയസ് എന്ന് പറയുന്നത്. അറീനിയസ് തിയറിയിൽ എന്ത് പറഞ്ഞു കണ്ടോ ആസിഡ് ആണെങ്കിൽ എന്തുണ്ട് അവിടെ ഒരു H+ അയോൺ ഉണ്ട്. ഇപ്പൊ HCl എടുത്തു കഴിഞ്ഞാൽ Cl- H+ഉം ആണ്. അതായത് അവിടെ ഉള്ളത് ആസിഡ് എന്ന് പറയുന്നത് എന്താണ് H+ അയോൺസ് റിലീസ് ചെയ്യും. അത് കഴിഞ്ഞ് NaOH എന്ന് പറഞ്ഞാൽ എന്താണ് ബേസ് ആണ്. ബേസിൽ എന്താണ് OH- ആണ്. മനസ്സിലാവുണ്ടോ? അതായത് ബേസും ആസിഡും എടുത്തു കഴിഞ്ഞാൽ ആസിഡ് ആണെങ്കിൽ H+ അയോൺസും ബേസ് ആണെങ്കിൽ OH- ഉള്ള ഗ്രൂപ്പുകളായിരിക്കും ആസിഡും ബേസുമായിട്ട് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് പറയുന്നത്. ഇനി അടുത്ത് എന്താണ് അതാണ് അറീനിയസ് പറഞ്ഞത്. ഇനി അടുത്ത് ബ്രോൺസ്റ്റഡ് ലോറി പറഞ്ഞത് എന്താണെന്ന് അറിയോ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രോട്ടോൺ ഡോണറാണ്. ആസിഡ് പ്രോട്ടോൺ ഡോണറാണ് പ്ലസ് അല്ലേ. അപ്പോൾ എന്താണ് അവർ ഡൊണേറ്റ് ആണ് ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത് ഡൊണേറ്റ് ആണ് ചെയ്യുന്നത്. H+ അയോൺസിനെ ഡൊണേറ്റ് ആണ് ചെയ്യുന്നത്. അതേസമയം ബേസ് എന്താണ് പ്രോട്ടോൺ അക്സെപ്റ്റർ ആണ്. എനിക്ക് തരാനാണ് പറയുന്നത് അല്ലെ അവിടെ നെഗറ്റീവ് ആണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും പോസിറ്റീവിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ബ്രോൺസ്റ്റഡ് എന്ന് പറയുന്നത്. ബ്രോൺസ്റ്റഡ് ലോ പറഞ്ഞത് ആസിഡിനെയും ബേസിനെയും കുറിച്ച്. ആസിഡ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ കൊടുക്കുകയാണ് H+ കൊടുക്കുകയാണ് പ്ലസ് അങ്ങോട്ട് കൊടുക്കുകയാണ് ഡോണറാണ്. അതേസമയം നമ്മുടെ ബേസ് എന്ന് പറഞ്ഞ പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ആളാണ് ബ്രോൺസ്റ്റഡ് ലോറി എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്താണ് ലൂയിസ് പറഞ്ഞു. ലൂയിസ് എന്താ പറഞ്ഞേ പ്രോട്ടോൺ ആണെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞു ഡോണർ ആണെന്ന് പറഞ്ഞു. അതേസമയം ഇലക്ട്രോൺ എന്താണ് അവർ അക്സെപ്റ്റേഴ്സ് അല്ലേ അവർക്ക് പ്ലസ് ആണോ ഉള്ളത്. അപ്പം മൈനസിന് എന്ത് ചെയ്യുക അവർ വാങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ. മൈനസ് ഇല്ലാത്തവർ മൈനസ് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് അവരെന്താണ് ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് ആണ്. പ്രോട്ടോൺ ഡോണേഴ്സ് ആണെങ്കിലും ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു അക്സെപ്റ്റ് ചെയ്യുന്നത്. മൈനസ് ചാർജിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആര് ആസിഡ്സ്. അതേസമയം ബേസ് ആണെങ്കിൽ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്നു. കാരണം അവർക്ക് എന്തുണ്ട് OH- അല്ലേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും അവർ ഡൊണേറ്റ് ചെയ്യും. ഓക്കെ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ആസിഡ് ബേസിനെ ഈ ഒരു 3 തിയറി വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് കുറച്ചും കൂടെ എന്ത് ചെയ്തത് കംപ്ലീറ്റ്ലി സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയാണ് അതിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി പറഞ്ഞത് എന്താണ് ആസിഡും ബേസും കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു കമ്പൈൻഡ് പ്രോഡക്റ്റ് ന്യൂട്രൽ പ്രോഡക്റ്റ് ആയിട്ട് ആരും കൂടെ വേണം സോൾട്ട് വേണം അല്ലേടാ സോൾട്ട് വേണം. സോൾട്ട് എന്താണ് പറയുന്നത് ആസിഡ്സ് ആൻഡ് ബേസസ് റിയാക്ട് വിത്ത് വൺ അനദർ ടു ഈൽഡ് 2 പ്രോഡക്ട്സ്. 2 പ്രോഡക്ട്സ് ആണ് ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ. ആസിഡ് ഉണ്ട് ബേസ് ഉണ്ട് ഈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ എന്ത് കിട്ടും സോൾട്ട് കിട്ടും. സോൾട്ടും എന്തും കിട്ടും വാട്ടറും കിട്ടും ഒരു അയോണിക് ചാർജ്ഡ് ആയിട്ടുള്ള കോമ്പൗണ്ടും കിട്ടും. അതിനെയാണ് എന്തെന്ന് പറയുന്നത് സോൾട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ആസിഡും ബേസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക് സോൾട്ട് കിട്ടും. സോൾട്ട് പ്ലസ് എന്നും കൂടെ കിട്ടും വാട്ടറും കൂടെ കിട്ടും. ഓക്കെ അതാണ് പറഞ്ഞത്. ദിസ് കൈൻഡ് ഓഫ് റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ന്യൂട്രലൈസേഷൻ. ഒരു ന്യൂട്രലൈസേഷൻ എഫക്റ്റ് ആണ്. ആസിഡ് അവിടെ നിന്ന് വരുന്നു ബേസ് ഇവിടെ നിന്ന് വരുന്നു നടുക്ക് ചേർന്ന് കഴിഞ്ഞാൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ വിത്ത് വാട്ടർ എന്നാണ് നമ്മൾ പറയുന്നത്. സാൾട്ട് ആണ് ഒരു കോമ്പിനേഷൻ ഓഫ് ആൻ ആനയോൺ ഓഫ് ആൻ ആസിഡ് ആൻഡ് എ കാറ്റയോൺ ഓഫ് എ ബേസ്. എങ്ങനെയാണ് സോൾട്ട് കമ്പൈൻ ആവുന്നതാ സോൾട്ട് എങ്ങനെ ചേർന്നെന്ന് വെച്ചാൽ ആസിഡിന്റെ ആനയോണും എടുക്കും കാറ്റയോൺ ഓഫ് എ ബേസിന്റെ കാറ്റയോൺ. അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ ഓക്കെ ഇതിൽ നമ്മൾ എന്ത് പറഞ്ഞു H+ അയോൺസ് ആണ് Cl- ആണെന്ന് പറഞ്ഞു അല്ലേ. ഇത് ആസിഡും ബേസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടിയെന്ന് പറഞ്ഞു H2O വാട്ടറും കിട്ടി. അതിൻ്റെ ഒപ്പം തന്നെ എന്ത് കിട്ടി സോൾട്ടും കിട്ടി. സോൾട്ടിന്റെ കോമൺ ഫോർമുല എന്താണ് NaCl സോഡിയം ക്ലോറൈഡ് അല്ലേ. NaCl ആണ് നമുക്ക് കിട്ടേണ്ടത്. അതിനുവേണ്ടി ആരെ ചേർക്കണം നമ്മൾ HCl-നെയും NaOH-നെയും. HCl plus NaOH ആണ് നമുക്ക് വേണ്ടത്. HCl plus NaOH ആണ് വേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്തു ആസിഡ് പ്ലസ് ബേസിനെ ചേർത്തു. HCl എന്താണ് ഒരു ആസിഡാണ് ബേസ് എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ആണ്. അപ്പോൾ ഇതിലെന്താണ് H+ഉം OH- ആണ്. എന്നിട്ട് എന്ത് ചെയ്തു നമ്മൾ പറയുന്നു സാൾട്ട് കോമ്പിനേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം ആനയോൺ ഓഫ് ആൻ ആസിഡ്. ആസിഡിന്റെ ആനയോണിനെ വേണം. ഇതാണ് ആസിഡ്. ആനയോൺ എന്ന് പറഞ്ഞാൽ എന്താടാ നെഗറ്റീവ് ചാർജ് ആനയോൺ. ഈ മൈനസ് കണ്ടോ ഇത് വെച്ച് നിങ്ങൾ കോഡ് ഉണ്ടാക്കണം. എയിൽ എന്താണ് മൈനസ് ആണുള്ളത്. ഇനി കാറ്റയോൺ അപ്പൊ T എന്ന് പറഞ്ഞാൽ എന്താണ് പോസിറ്റീവ് ആണ്. അങ്ങനെ വെച്ച് ആനയോൺ ആണെങ്കിൽ എന്താണ് നെഗറ്റീവ് ചാർജും കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജും ആണെന്ന് ആലോചിക്കുക. അപ്പൊ ഇതിൽ നിന്ന് എന്താ വേണ്ടത് ആസിഡിന്റെ എന്തിനാ വേണമെന്ന് അവർ പറഞ്ഞത് ആനയോണിനെയാണ് വേണം. ആനയോൺ ആരാണ് ഇവിടുത്തെ
Cl ആണ്. അപ്പോൾ Cl-നെ അങ്ങ് കൊടുത്തു. Cl-നെ കൊടുത്തു. പിന്നെ ഇനി ആരെ വേണം? NaOH-ന്റെ എന്താ വേണ്ടത്? ബേസിൻ്റെ എന്താ വേണ്ടത്? കാറ്റയോണിനെയാണ് വേണ്ടത്. ഇത് Na പ്ലസും OH മൈനസും ആണ്. ഇതും വേണം. അപ്പോൾ എന്ത് ചെയ്തു? Na പ്ലസ് Cl എന്തായി? NaCl ആയി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് HCl എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആസിഡിൻ്റെ എന്ത് വേണം? ആനയോണും വേണം, ബേസിൻ്റെ കാറ്റയോണും വേണം. അങ്ങനെ Cl-ഉം Na-യും കൂടെ ജോയിൻ ആയതാണ് എന്തായി മാറിയത്? അവസാനം ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ വന്ന് NaCl എന്നായിട്ട് മാറിയത്. അങ്ങനെയാണ് സോൾട്ട് മാറുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു എന്താ വരുന്നത്, ആ ഫോമുല കമ്പൈൻ ചെയ്ത് വന്നത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. എന്തായാലും സോൾട്ട് വന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഇതെന്താണ്? ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഇതോടെ തീരാൻ പോവുകയാണ്. എന്തായാലും നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഇതൊക്കെയാണ് ഇതിൻ്റെ എന്ത് ചെയ്തത്. ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഇത്രയും പഠിച്ചാൽ തന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്? കെമിക്കൽ കോമ്പൗണ്ട്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു ടേബിളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഇതിങ്ങനെ എന്നെ പഠിച്ചു പോവുക. സോഡിയം ബൈകാർബണേറ്റ്, ഞാൻ പറഞ്ഞില്ലേ ബി ആണെങ്കിൽ എന്താണ്ടാ, ബൈകാർബണേറ്റ് ആണെങ്കിൽ ഇതൊക്കെ എന്താണ്? ബേസ് പോലത്തെ സംഭവങ്ങളാണ്. അതെന്താണ്? NaHCO3 ബൈ എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്തായി അവിടെ വരുന്നത്? ബേക്കിംഗ് സോഡ. ബി ഫോർ ബേക്കിംഗ് സോഡ. ബൈകാർബണേറ്റ് അല്ലേ, അപ്പോൾ ബേക്കിംഗ് സോഡ നമ്മൾ ഉപയോഗിക്കുന്ന കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ബേക്കിംഗ് സോഡ എന്താണ്? സോഡിയം ബൈകാർബണേറ്റ്. അങ്ങനെ ചോദിക്കാറുണ്ട്. എന്താണ് സോഡിയം ബൈകാർബണേറ്റിൻ്റെ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ കോമൺ നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബേക്കിംഗ് സോഡയാണ്. സോഡിയം കാർബണേറ്റ് Na2CO3 എന്ന് പറയുന്ന സംഭവം എന്താണ്? വാഷിംഗ് സോഡ. നമ്മൾ വാഷിംഗ് പൗഡറൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ വാഷിംഗ് സോഡ ഉണ്ടല്ലോ, നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന നമ്മുടെ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജൻസിനൊക്കെ എന്താണ് ഉള്ളത്? സോഡിയം കാർബണേറ്റ് ആണുള്ള. Na2CO3 10H2O എന്തിൻ്റെ കെമിക്കൽ ഫോമുല എന്ന് ചോദിച്ചാൽ എന്തിൻ്റെയാണ്? ഒന്നീ വാഷിംഗ് സോഡ എന്നറിയുക, അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് എന്നറിയുക. ഇനി സോഡിയം ഹൈഡ്രോ NaOH കോസ്റ്റിക് സോഡ എന്നറിയുക, കോസ്റ്റിക് സോഡ എന്നറിയുക. ഇനി അടുത്ത് എന്താണ്? ഇത്ര എന്ത് ചെയ്യുക? ഒരുമിച്ച് തന്നെ പഠിക്കുക. ബൈകാർബണേറ്റ് ആണെങ്കിൽ ബേക്കിംഗ് സോഡ, കാർബണേറ്റ് ആണെങ്കിൽ എന്താണ്? വാഷിംഗ് സോഡ, ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ എന്താണ്? കോസ്റ്റിക് സോഡ. അതത്ര ഒരുമിച്ച് പഠിക്കുക. അതുപോലെ ഒരുമിച്ച് പഠിക്കേണ്ട സാധനമാണ് ഈ ഒരു 3 പേരും. കോപ്പർ സൾഫേറ്റിന് എന്താ പറയുക? ബ്ലൂ വിട്രിയോൾ. കോപ്പറിന്റെ കളർ ബ്ലൂ ആണ്. ഫെറസ് അയണിന്റെ കണ്ണിന് എന്താ? ഗ്രീൻ ആണ്. സിങ്കിന്റെ കളർ എന്താ? വൈറ്റ് ആണ്. അങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യുക? ബ്ലൂ വിട്രിയോൾ, ഗ്രീൻ വിട്രിയോൾ, വൈറ്റ് വിട്രിയോൾ പഠിക്കുക. കോപ്പർ ആണെങ്കിൽ CuSO4 സൾഫേറ്റ് അല്ലേ. അപ്പോൾ എന്താണ്? അയൺ സൾഫേറ്റ്, കോപ്പർ സൾഫേറ്റ്, അതുപോലെ തന്നെ സിങ്ക് സൾഫേറ്റ് എന്നുള്ള രീതിയിൽ പഠിക്കുക. പിന്നെ എന്താണ്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? ഡ്രൈ ഐസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഡ്രൈ ഐസ് എന്നാണ് പറയുന്നത്. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഡ്രൈ ഐസ് എന്നാണ് മറ്റൊരു പേര് കേട്ടോ. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്ന ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെയാണ്. ഓക്കെ, അടുത്തൊരു ഇതും കൂടെ കഴിഞ്ഞാൽ തീർന്നു. ഇന്നത്തെ സെഷനേ തീർന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇനി സമാധാനത്തിൽ പോയി ചായയൊക്കെ കുടിക്കുക. ഇതും കൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഓടിപ്പോയി ചായയൊക്കെ കുടിച്ച് എന്ത് ചെയ്യുക? അടുത്ത സെഷനിൽ വേണ്ടി ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാം. അപ്പോൾ എന്താണ്? കാൽഷ്യം ഓക്സൈഡ്. ഇത്രയും കൂടെ ജസ്റ്റ് ഒന്ന് അറിയുക. ഇത് എപ്പോഴും എന്താണ്? നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ലെവലിൽ ചോദിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് പറയുന്നത്. കാൽഷ്യം ഓക്സൈഡിൻ്റെ മറ്റൊരു കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നതാണ് ക്യുക്ലൈം. ക്യുക്ലൈമിന് അറിയപ്പെടുന്ന എന്താണ്? കാൽഷ്യം ഓക്സൈഡ്. നമ്മൾ ഈ ചുണ്ണാമ്പ് പോലത്തെയൊക്കെ സാധനങ്ങളാണ് എന്തിനുപയോഗിക്കുന്നതാണ്? സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ക്യുക്ലൈം. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ലേക്കഡ് ലൈം ചുണ്ണാമ്പ്. അതുപോലെ ഇത് രണ്ടും എന്തിനാണ്? നമ്മൾ ഇതുപോലത്തെ ആസിഡിറ്റിയെ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബേസുകളാണ്. കാൽഷ്യം കാർബണേറ്റ് ആണെങ്കിൽ CaCO3 ആണ് എന്തിൽ കാണുന്നത്? എക്സെൽ. നമ്മൾ മുട്ടയുടെയൊക്കെ തോടി കാണുന്നത് ചോക്കൊക്കെ ഉണ്ടാക്കുന്ന എന്താണ്? കാൽഷ്യത്തിൻ്റെ മീനിങ് തന്നെ എന്താണ്? എല്ലിൻ്റെ കളർ പോലത്തെ സംഭവങ്ങളെയാണ്. അതായത് വെള്ള പൊടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതായിട്ടൊക്കെ പറയുന്നത് എക്സെല്ല് ചോക്കാണ്. കാൽഷ്യം ഹൈപ്പോക്ലോറേറ്റ്. ഹൈപ്പോ എന്ന് പറഞ്ഞൊരു വേർഡ് വന്നു കഴിഞ്ഞാൽ എന്താണടാ? ബ്ലീച്ചിങ് പൗഡർ ആണ് കേട്ടോ. ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കാറില്ലേ? ബ്ലീച്ച്, അതാണ് CaOCl2. അതങ്ങനെ തന്നെ പഠിക്കുക. ഇനി അടുത്തെന്താണ്? കാൽഷ്യം സൾഫേറ്റിൻ്റെ 2 വേർഷൻസ് ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ CaSO4 2H2O ആണെങ്കിൽ എന്താണടാ? ജിപ്സം ആണ് കേട്ടോ. ജിപ്സം ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് എന്താണ്? CaSO4 ½ ആണെങ്കിൽ എന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ്. നമ്മുടെ പ്ലാസ്റ്റർ നമ്മൾ കയ്യിലൊക്കെ ഇടാറില്ല. ആ സാധനം തന്നെ അറിയത്തില്ല. ഒരു വൈറ്റ് കാൽഷ്യം ഒന്ന് ചേർത്തിട്ടുണ്ടോ അതിനൊരു വൈറ്റ് കളറിങ് ആയിരിക്കും ഉള്ളത്. ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അതിൻ്റെ ആ ഒരു ഇക്വേഷനൊക്കെ കറക്റ്റ് തന്നെ പഠിച്ചു വെച്ചോ. പിന്നെ ഇനി അറിയേണ്ട ഒരു കാര്യം, നൈട്രസ് ഓക്സൈഡിൻ്റെ മറ്റൊരു പേരെന്താണ്? ലാഫിംഗ് ഗ്യാസ് എന്നാണ് കേട്ടോ. ലാഫിംഗ് ഗ്യാസ് എന്നാണ്. അപ്പോൾ നൈട്രസ് ഓക്സൈഡ് ലാഫിംഗ് ഗ്യാസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ കഴിയുകയാണ്. എന്തായാലും എന്ത് ചെയ്യുക? അടുത്ത PYQ സെക്ഷന് വേണ്ടി റെഡി ആയിട്ട് തന്നെ ഇരിക്കുക. ഇതൊക്കെ എന്ത് ചെയ്യുക? ഓട്ടിച്ച് നന്നായിട്ട് തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു പോവുക.
അപ്പോൾ എന്തായാലും എല്ലാ എക്സാമിനും വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ വർഷം തന്നെ ക്വാളിഫൈ ആവാൻ കഴിയട്ടെ. എല്ലാത്തിനും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു.